കൺസിഡേർഡ് ടു ബി ദ ഫാദർ ഓഫ് മോഡേൺ സയൻസ്? മോഡേൺ സയൻസ്, ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നത് ഗലീലിയോ ഗലീലി, സ്റ്റീഫൻ ഹോക്കിംഗ്, CV രാമൻ, വിക്രം സാരാഭായ്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് ആൻസർ വരുന്നത് ഫാദർ ഓഫ് മോഡേൺ ഫിസിക്സ് മോഡേൺ സയൻസ് എന്നറിയപ്പെടുന്നത് ഗലീലിയോ ഗലീലിയാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ മുന്നത്തെ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് തന്നെ 2-3 ക്വസ്റ്റ്യൻസിനുള്ള ഐഡിയാസ് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഞാൻ എക്സ്ട്രാ പോയിൻറ്റ്സ് ആയിട്ട് പറയുന്നത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫാദർ ഓഫ് മോഡേൺ സയൻസ് ഗലീലിയോ ഗലീലിയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1564 1564 to 1642 1642 വരെയായിരുന്നു ഗലീലിയോ ഗലീലിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്ത കുറച്ച് കോൺട്രിബ്യൂഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ആസ്ട്രോണമി. ആസ്ട്രോണമിയിൽ എന്തൊക്കെ രീതിയിലാണ് ഗലീലിയോ ഗലീലിയുടെ കോൺട്രിബ്യൂഷൻസ് വന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ആൻസർ അതിനകത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ മനസ്സിലാവും. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരായിരുന്നു? ഗലീലിയോ ഗലീലിയാണ് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത്. ആ ഒരു ടെലസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ട് ആസ്ട്രോണമിക്കൽ ഏരിയയിൽ വളരെ വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ആയിരുന്നു ഉണ്ടായത്. ഓക്കെ, അപ്പം ഏറ്റവും മെയിനായിട്ട് ഗലീലിയോ ഗലീലിയെ എന്തുകൊണ്ട് ഫാദർ ഓഫ് മോഡേൺ സയൻസ് എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഗലീലിയോ ഗലീലി കണ്ടുപിടിച്ച ടെലസ്കോപ്പ് വഴി നമുക്ക് ആസ്ട്രോണമിക്കൽ സയൻസിൽ വലിയ രീതിയിലുള്ളൊരു റെവല്യൂഷനാണ് സംഭവിച്ചത്. ഓക്കെ, അപ്പം അത്രയുമാണ് അതിനകത്ത് പറയാനുള്ള കാര്യം. അപ്പം ഈ ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്ത് വയ്ക്കുക. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരായിരുന്നു? ഗലീലിയോ ഗലീലിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെറ്റീരിയൽ വിച്ച് സയൻറ്റിസ്റ്റ് ഹാവ് നെയ്മഡ്. നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ യൂണിവേഴ്സിലുള്ള എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ എല്ലാം എന്തിൽ നിന്നാണ് തുടങ്ങുന്നത്? പദാർത്ഥം എന്ന് മലയാളത്തിൽ പറയുന്ന മാറ്ററിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലേ? എവരി സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് കൺസിസ്റ്റ് ഓഫ് മാറ്റർ. പദാർത്ഥം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന മാറ്ററിൽ നിന്നാണ് എല്ലാ മെറ്റീരിയൽസിൻ്റെയും സ്റ്റാർട്ടിങ് അല്ലേ? അപ്പം ഈ ഒരു മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഉള്ള, സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിനെയും നമ്മൾ എന്തു പറയും? മാറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ മാറ്റർ 5 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ 5 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണത്? സോളിഡ്, ലിക്വിഡ്, ദെൻ അടുത്തത് ഏതാണ്? ഗ്യാസ്, പിന്നെ വരുന്നത് ഏതാ? പ്ലാസ്മ, ആൻഡ് ദെൻ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഓക്കെ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അപ്പോൾ ഇങ്ങനെ 5 സ്റ്റേറ്റ് ഓഫ് മാറ്ററാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫിസിക്കൽ കെമിക്കൽ ചേഞ്ചസ് അങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കെമിസ്ട്രിയിൽ നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്ത് നോക്കിയാൽ മതി? ഒരു മെറ്റീരിയൽ, യൂണിവേഴ്സിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഭവങ്ങളും എന്തെന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്? മാറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. മാറ്റർ എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ഒക്യുപ്പൈ സ്പേസ് ആൻഡ് ഹാവ് മാസ് ഇസ് കൺസിഡേർഡ് ആസ് മാറ്റർ. മാറ്റർ 5 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണുള്ളത്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ സ്റ്റേറ്റ്, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. തിക്നെസ് ഓഫ് ഓസോൺ ലെയർ ഈസ് മെഷേർഡ് ഇൻ. ഓസോൺ ലെയറിൻ്റെ തിക്നെസ് എങ്ങനെയാണ് മെഷർ ചെയ്യണത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓസോൺ ലെയറിൻ്റെ തിക്നെസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഡോപ്സൺ യൂണിറ്റ് ആണ്. ഓക്കെ, ഡോപ്സൺ യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓസോൺ ലെയറിൻ്റെ തിക്നെസ് മെഷർ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം അല്ലേ? 1 ഡോപ്സൺ യൂണിറ്റ് നമ്മൾ DU എന്ന് മെൻഷൻ ചെയ്യാറുണ്ട്. ഒരു ഡോപ്സൺ യൂണിറ്റ് 1 DU എന്ന് പറഞ്ഞാൽ 0.01 mm തിക്നെസ് ആണ്. ഓക്കെ, ഒരു ഡോപ്സൺ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 0.01 mm തിക്നെസ് ആണ്. ഇനി ഒരു ആവറേജ് ഓസോൺ ലെയർ, ഓക്കെ, ഒരു ആവറേജ് ഓസോൺ ലെയറിൻ്റെ
ഡോബ്സൺ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് 200 to 500 DU വരെയാണ് ഒരു ആവറേജ് ഓസോൺ ലെയറിൻ്റെ തിക്നെസ് വരുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നമ്മളിവിടെ നോക്കണം. ഈ ഒരു ഓസോൺ ലെയർ ബിലോ 220 DU ആണ് അതിൻ്റെ തിക്നെസ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുക ഓസോൺ ഡിപ്ലീഷൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ ഈ ഒരു തിക്നെസ് വെച്ചിട്ടാണ് എന്ത് പറയുന്നത്, ഓസോണിൻ്റെ ഡിപ്ലീഷൻ കണക്കാക്കുന്നത്. ഓസോണിൻ്റെ നോർമൽ ഒരു ആവറേജ് ഓസോൺ ലെയറിൻ്റെ തിക്നെസ് വരേണ്ടത് 200 to 500 DU ആണ്. അത് ബിലോ 220 DU വരുവാണെങ്കിൽ അവിടെ എന്തിനുള്ള സാധ്യതയുണ്ട്, ഓസോൺ ഡിപ്ലീഷനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മൾ ഓസോണിൻ്റെ ഡിപ്ലീഷൻ, ഓസോണിലൊരു ഹോൾ ഉണ്ട് എന്ന് എവിടെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്, അന്റാർട്ടിക്കയിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്, ഓസോൺ ലെയറിൽ ഹോൾ ഉണ്ട് എന്നുള്ള കാര്യം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ DU എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എക്സ്ട്രാ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ SI യൂണിറ്റ് ഓഫ് സൗണ്ട് വാസ് നെയ്മഡ് ഇൻ ഓണർ ഓഫ് വിച്ച് ഫിസിസ്റ്റ്? ഓക്കെ, SI യൂണിറ്റ്, അതായത് സൗണ്ടിൻ്റെ SI യൂണിറ്റ് ഏത് ഫിസിസ്റ്റിനെ ഓണർ ചെയ്തിട്ടാണ് നമ്മൾ നെയിം ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ഹെൻറിച്ച് റുഡോൾഫ് ഹെർട്സ് അല്ലേ. ഹെർട്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് ആണ് അല്ലേ. ഹെർട്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സൗണ്ട് വേവ്സിൻ്റെ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക, ഫ്രീക്വൻസിയാണ് യൂസ് ചെയ്യണത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ SI യൂണിറ്റ് ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സൗണ്ടിൻ്റെ SI യൂണിറ്റ് അല്ലെങ്കിൽ സൗണ്ട് മെഷർ ചെയ്യണതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെസിബലാണ്. സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യണത് യൂസിങ് ഡെസിബലാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഹെർട്സ് ആണുള്ളത്. സോ അത് നമുക്ക് എന്ത് ചെയ്യാം, ഹെൻറിച്ച് റുഡോൾഫ് ഹെർട്സിനെ ഓണർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഫ്രീക്വൻസിക്ക് ഹെർട്സ് എന്നുള്ള SI യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി സൗണ്ടിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഡെസിബലാണ്. ഡെസിബൽ നമ്മൾ നെയിം ചെയ്തിരിക്കുന്നത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ഓക്കെ, അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ ഓണർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഡെസിബൽ എന്നുള്ള യൂണിറ്റ് സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ 2 പോയിൻറ്റ്സും പ്രോപ്പറായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്ന് വൃത്തിയായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിവിടെ ചെറിയൊരു മിസ്റ്റേക്ക് എന്താണ്, SI യൂണിറ്റ് ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രീക്വൻസി നമ്മൾ മെഷർ ചെയ്യാൻ സൗണ്ട് യൂസ് ചെയ്യണോ, ആ ഒരു രീതിയിൽ വേണം നമ്മളിത് കണക്കാക്കാനായിട്ട്. ഓക്കെ, അപ്പം ആക്ച്വലി സൗണ്ടിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡെസിബൽ, അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിനെ ഓണർ ചെയ്തിട്ട്. ഹെർട്സ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് ആണ്. അതെന്താണ്, ഹെൻറിച്ച് റുഡോൾഫ് ഹെർട്സിനെ ഓണർ ചെയ്തിട്ടാണ് നമ്മൾ ഹെർട്സ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത്, എ ലൈറ്റ് ഇയർ ഈസ് എ യൂണിറ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ. ഓക്കെ, ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ ലൈറ്റ് ഇയർ യൂസ് ചെയ്യുന്നത്? ലൈറ്റ് ഇയർ യൂസ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് അല്ലേ. ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ ലൈറ്റ് ഇയർ യൂസ് ചെയ്യുന്നത്. ഇനി 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 9.461 × 10⁻12 കിലോമീറ്റർ ആണ് ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്, 9.46 ട്രില്യൺ കിലോമീറ്റേഴ്സ് ഒക്കെയാണ് വരുന്നത്. ഇനി ഈ ലൈറ്റ് ഇയർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യണത്? സ്റ്റാർസ് അതുപോലെ ഗാലക്സീസ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലൈറ്റ് ഇയർ യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ എർത്തിന് ഏറ്റവും അടുത്തായിട്ട് കാണുന്ന സ്റ്റാറാണ് പ്രോക്സിമ സെൻറ്റോറി. ഓക്കെ, അപ്പോൾ അതും ഒരു ക്വസ്റ്റ്യൻ ആണ്, അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. എർത്തിന് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന സ്റ്റാർ പ്രോക്സിമ സെൻറ്റോറി ആണ്. ഏറ്റവും അടുത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 4.25 ലൈറ്റ് ഇയേഴ്സ് ആണ് എന്തിൻ്റെ ഡിസ്റ്റൻസ്, പ്രോക്സിമ സെൻറ്റോറി ഫ്രം എർത്ത് അതിൻ്റെ ഡിസ്റ്റൻസ്. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ ലൈറ്റ് ഇയർ എന്താണെന്ന് മനസ്സിലായി, അത് കാൽക്കുലേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് മനസ്സിലായി. 1 ലൈറ്റ് ഇയർ എർത്തിന് ഏറ്റവും അടുത്തുള്ള സ്റ്റാർ ഏതാണെന്നും മനസ്സിലായി. ഓക്കെ, അടുത്തത് SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് എന്താണ്? ഓം ആണ്. ഓക്കെ, ഓം നമ്മളിതാ ഇങ്ങനെയും കൂടെ എഴുതാറുണ്ട്, ഓം ആണ്. ഈ ഓം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇതാരാ കണ്ടുപിടിച്ചത്? ജോർജ് സൈമൺ ഓം.
ഓക്കെ, ജോർജ് സൈമൺ ഓം എന്ന് പറയുന്ന ഫിസിസ്റ്റ്, ജർമ്മൻ ഫിസിസ്റ്റ് ആണ്. അദ്ദേഹം ഓംസ് ലോ ത്രൂ ആണ് ഈ ഒരു ഓം എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് കൊണ്ടുവന്നത്. ഓക്കെ, ഓംസ് ലോ. ഓംസ് ലോയിൽ എന്താ പറയുന്നത്? വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്നാണ് പറയുന്നത്. ഇതിനകത്ത് വി എന്താണ്? വി ഈസ് ദ വോൾട്ടേജ്. വി വോൾട്ടേജ് ആണ്. ഐ എന്ന് വെച്ചാൽ എന്താണ്? ഐ കറൻ്റ് ആണ്. ഓക്കെ, ഐ കറൻ്റ് ആണ്. ആർ എന്താണ്? ആറ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഓംസ് ലോ ആരാ സ്റ്റേറ്റ് ചെയ്തത്? ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്തത് ജോർജ് സൈമൺ ഓം ആണ്. റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് ഓം ആണ്. ഓംസ് ലോയിൽ പറയുന്നത് എന്താണ്? വി ഇസ് ഈക്വൽ ടു ഐ ആർ. ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് യൂണിറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട്? നമ്മൾ കുറച്ച് മുന്നേ നോക്കിയ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എന്താണ്? സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഏത് യൂണിറ്റാണ് യൂസ് ചെയ്യുക? ഡെസിബൽ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡെസിബൽ എന്ന് പറഞ്ഞാൽ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ ഓണർ ചെയ്തിട്ടാണ് ഡെസിബൽ എന്ന യൂണിറ്റ് കൊടുത്തത്. ഈ ഡെസിബൽ എന്ന് വെച്ചാൽ നമുക്ക് പല രീതിയിലുണ്ട്. അതായത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഹിയറിംഗ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതിന് ഡെസിബൽ കുറച്ചധികം കേസുകൾ നമ്മൾ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഇപ്പം 0 ഡെസിബൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സൈലൻസ് എന്നുള്ളൊരു കൺസിഡറേഷനാണ് 0 ഡെസിബൽ വരുന്നത്. ഓക്കെ, ഇനി 30 ഡെസിബൽ. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 0 to 30 വരെ എന്ന് പറഞ്ഞാൽ ആ സൈലൻസിൽ നിന്നും വിസ്പറിങ്ങിലേക്ക് വരുന്ന ആ ഒരു ടൈം എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. അല്ലെങ്കിൽ അല്ലാണ്ട് 30 ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് വിസ്പറിങ്. അങ്ങനെയല്ല, അതിൽ നിന്നും ആ ഒരു ചേഞ്ച് നമ്മൾ ആ പ്രോപ്പറായിട്ട് ഒരു വാല്യൂ അവിടെ 30 ഡെസിബൽ എന്ന് പറയണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 30 ഡെസിബൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്പറിങ്, പിറുപിറുക്കുന്ന ആ ഒരു ലെവലിലുള്ള വോള്യമാണ്. ഇനി 60 ഡെസിബൽ എന്ന് പറഞ്ഞാൽ നോർമൽ കോൺവെർസേഷൻ. നമ്മൾ ലൗഡ് ഒന്നും അല്ലാണ്ട് നോർമലി നമ്മുടെ ഹിയറിംഗ് കപ്പാസിറ്റിയിൽ നമ്മൾ നടത്തുന്ന ആ ഒരു കോൺവെർസേഷൻ ലെവലാണ്, ആ ഒരു ഇൻറ്റൻസിറ്റിയാണ് 60 ഡെസിബൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോർമൽ റേഞ്ചിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇൻറ്റൻസിറ്റി. ഇനി 100 ഡെസിബൽ എന്ന് പറഞ്ഞാൽ ലൗഡ് മ്യൂസിക്കാണ്. നമുക്ക് പറ്റും, എന്നാലും അതെന്താണ്? ലൗഡായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ അതാണ് 100 ഡെസിബൽ. ഇനി 120 പ്ലസ് ഡെസിബൽ, അതായത് 120 ഡെസിബലിനേക്കാൾ കൂടുതലൊക്കെ ഇൻറ്റൻസിറ്റി പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്ന അറിയോ? നമുക്ക് ചെവി വേദന എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താം. അതായത് നമ്മുടെ ചെവിയിലേക്ക് ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് വിത്ത്ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കുള്ള ആ ഒരു സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് 120 പ്ലസ് ഡെസിബൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു സൗണ്ട് റേഞ്ച് കൂടെ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The amount of radiation being emitted by a radioactive material is measured using the conventional unit. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? ഈ ഒരു ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ അറിയോ? കൺവെൻഷണൽ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കൺവെൻഷണൽ യൂണിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. SI യൂണിറ്റും കൺവെൻഷണൽ യൂണിറ്റും. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കൺവെൻഷണൽ യൂണിറ്റ് ആണ്. കൺവെൻഷണൽ യൂണിറ്റ് ആരാ ചെയ്തിരിക്കുന്നത്? ക്യൂറി. കൺവെൻഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്യൂറി. ഓക്കെ, ഇനി SI യൂണിറ്റ് വരുന്നത് ബെക്വറലാണ്. അപ്പം ചിലർക്കെങ്കിലും ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. ഞാനിപ്പം ക്യൂറി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആലോചിച്ചിട്ടുണ്ടാവും, അപ്പോൾ ബെക്വറൽ എന്താണ് എന്ന് ആലോചിച്ചിട്ടുണ്ടാവും. ബെക്വറൽ എന്ന് പറഞ്ഞാൽ അതെന്താ അറിയോ? അത് SI യൂണിറ്റ് ആണ്. ഓക്കെ, ഹെൻറി ബെക്വാരലാണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിനെ ഓണർ ചെയ്തിട്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ബെക്വാരൽ എന്നുള്ള SI യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എന്താ പറയുക, കൺവെൻഷണൽ യൂണിറ്റ് ആണ് ക്യൂറി എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പം ക്യൂറി ഇത് നമ്മൾ എങ്ങനെയാണ് അറിയോ പറയണത്, റേഡിയോ ആക്റ്റീവ് ഡീഗേയുടെ കേസിലാണ് നമ്മളിത് പറയണത്. അപ്പോൾ 1 ക്യൂറി CI എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ 1 ക്യൂറി എന്ന് പറഞ്ഞാൽ 3.7 × 10⁻10 ഡിസിൻറ്റഗ്രേഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 3.7 × 10⁻10 ഡിസിൻറ്റഗ്രേഷൻസ് നടക്കുന്ന ആ ഒരു വാല്യൂ ആണ് ഒരു ക്യൂറി എന്ന് പറയുന്നത്. ഇനി ബെക്വാരൽ ആണെന്നുണ്ടെങ്കിൽ 1 ബെക്വാരൽ എന്ന് പറഞ്ഞാൽ 1 ഡിസിൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്നതാണ് ഒരു ബെക്വാരൽ എന്ന് പറയുന്നത്. അതേസമയം ഒരു ക്യൂറി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 3.7 × 10⁻10 ഡിസിൻറ്റഗ്രേഷൻസ് ആണ് നടക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അടുത്തത്, ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് കോൾഡ് ദ പവർ. ദ യൂണിറ്റ് ഓഫ് പവർ ഈസ്, നമുക്കറിയാം റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ എന്ന് പറയുന്നത്. അപ്പം പവറിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. ഓക്കെ, വാട്ടാണ് പവറിൻ്റെ യൂണിറ്റ്. നമ്മൾ പവറിനെ മാക്സ് ബൈ ഫോർമുലയായിട്ട് എഴുതുക, P = W/T എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ്, P എന്ന് വെച്ചാൽ പവറാണ്, W എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്. ഓക്കെ, വർക്ക് ഡൺ ആണ് W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. T എന്ന് വെച്ചാൽ എന്താണ്, ടൈമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പവർ വാട്ടിലാണ് പറയുന്നത്, വർക്ക് ഡണ്ണ് നമ്മൾ ജൂളിലാണ് പറയണത്, ടൈം സെക്കൻഡിലാണ് പറയണത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഓക്കെ ആയിട്ടുണ്ടല്ലോ അല്ലേ? ഇനി വാട്ട് നമ്മളിവിടെ പറഞ്ഞു, ഇതിൽ തന്നെ കിലോ വാട്ട് ഉണ്ട്. ഒരു കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ടാണ്. അതല്ലാണ്ട് പിന്നെയുള്ള പവറിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് HP, ഹോഴ്സ് പവർ. 1 HP എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 746 വാട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. P = W/T ആണ്. W എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്, ടൈം സെക്കൻഡ്. അതായത് പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര വർക്ക് ചെയ്യുന്നു എന്നതാണ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പവറിൻ്റെ വേറൊരു യൂണിറ്റാണ് കിലോ വാട്ട് എന്ന് പറയുന്നത്. അത് 1000 വാട്ടാണ് 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ ഉള്ളതാണ് ഹോഴ്സ് പവർ. 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 746 വാട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A spring balance is a device commonly used for measuring ഡാഷ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ്. സ്പ്രിംഗ് ബാലൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. ഓക്കെ, വെയ്റ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. അപ്പം നമുക്കവിടെ വെയ്റ്റാണ് മെഷർ ചെയ്യണത്. ദെൻ ഇത് നമ്മൾ മെഷർ ചെയ്യുന്നത്, സ്പ്രിംഗ് ബാലൻസ് വർക്ക് ചെയ്യുന്നത് ഹൂക്സ് ലോ, പ്രിൻസിപ്പിൾ ബിഹൈൻഡ് സ്പ്രിംഗ് ബാലൻസ് ഹൂക്സ് ലോ ആണ്. ഓക്കെ, അപ്പം ഹൂക്സ് ലോ എന്താ പറയുന്നത്, ഈ സ്പ്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സ് എക്സ്റ്റൻഷന് പ്രൊപ്പോർഷണലാണ് ആണല്ലേ. അപ്പം നമ്മൾ സ്പ്രിംഗ് ബാലൻസിലെ ആ ഒരു സ്പ്രിങ്ങിൽ എത്ര വെയിറ്റ് കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ട് അവിടെ എക്സ്റ്റെൻഡ് ചെയ്യും അല്ലേ. വെയിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് എക്സ്റ്റൻഷനും കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഹൂക്സ് ലോ എന്താ പറയുന്നത്, ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ സ്പ്രിങ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് എക്സ്റ്റൻഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ് യൂഷ്വലി നമ്മൾ ചെയ്യണത് എന്നിൽ ചെയ്യും. പിന്നെ കിലോഗ്രാം ഫോഴ്സ് എന്നുള്ള ആ ഒരു യൂണിറ്റും നമ്മൾ നോർമലി ന്യൂട്ടൺ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എങ്ങനെയാണ്, വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, mg ആണ്. ഓക്കെ, mg ആണ്. മാസും ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷനും തമ്മിലുള്ള പ്രോഡക്റ്റ് ആണ് വെയിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? അടുത്തത്, what do we call the force which affects the direction of wind and is caused by the rotation of the earth on its axis? ഓക്കെ, എർത്ത് അതിൻ്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. ആ ഫോഴ്സ് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നറിയോ, വിൻഡിൻ്റെ ഡയറക്ഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഫോഴ്സിനെ എന്താണ് പറയണത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേര് കോറിയോളിസ് ഫോഴ്സ് എന്നാണ്. ഓക്കെ, കോറിയോളിസ് ഫോഴ്സ് എന്നാണ് അതിനെ പറയുന്നത്. അതുണ്ടല്ലോ, ഒരു സ്യൂഡോ ഫോഴ്സ് അല്ലെങ്കിൽ അപ്പാരൻറ്റ് ഫോഴ്സാണ്
കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്യൂഡോ ഫോഴ്സ് അല്ലെങ്കിൽ അപ്പാരൻറ്റ് ഫോഴ്സ് ആണ് കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ കോറിയോളിസ് ഫോഴ്സ് വന്നിട്ട് എന്തിനെ എഫക്റ്റ് ചെയ്യേണ്ടതെന്നറിയോ? നമ്മുടെ സൈക്ലോൺസ് ഇല്ലേ, സൈക്ലോൺസ്, അതുപോലെ ആൻറ്റി സൈക്ലോൺസ്, ഈ കാര്യങ്ങളെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ആര്? ഈ സ്യൂഡോ ഫോഴ്സ് ആയിട്ടുള്ള കോറിയോളിസ് ഫോഴ്സ്. ഓക്കെ, കോറിയോളിസ് ഫോഴ്സ് സൈക്ലോൺസിനെയും ആൻറ്റി സൈക്ലോൺസിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യണത് കൊണ്ട് തന്നെ കോറിയോളിസ് ഫോഴ്സിന് എന്തിലത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്? നമ്മുടെ ക്ലൈമറ്റ് സയൻസിൽ, ക്ലൈമറ്റിക് വേരിയേഷൻസ്, അതുപോലെ തന്നെ മീറ്റിയോറോളജിയിലൊക്കെ എന്തുണ്ട്? കോറിയോളിസ് ഫോഴ്സിന് അത്രത്തോളം എഫക്റ്റ് ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The force of attraction applied between molecules of the same substance is called. ഒരു സബ്സ്റ്റൻസിന് അകത്തുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ നമ്മൾ എന്താണ് പറയുക എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഒരു സബ്സ്റ്റൻസിന് അകത്ത് തന്നെയുള്ള മോളിക്കുലാർ ഫോഴ്സിനെ കൊഹിസീവ് ഫോഴ്സ് അല്ലെങ്കിൽ കൊഹിഷൻ എന്നാണ് പറയുക. കൊഹിസീവ് ഫോഴ്സ് അല്ലെങ്കിൽ കൊഹിഷൻ എന്നാണ് അത് പറയുന്നത്. ഒരു സബ്സ്റ്റൻസിന് അകത്തുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതായത് ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, ഇൻ്റർ മോളിക്കുലാർ കൊഹിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഓക്കെ, ഇനി ഇവിടെ തന്നെ നമുക്ക് ആ ഓപ്ഷനിൽ തന്നെ വേറെ ഒരെണ്ണം കിടക്കുന്നുണ്ട്. എന്താണ്? അഡിസീവ് ഫോഴ്സ്. അഡിസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ്, അതായത് മോളിക്യൂൾസ് ഫ്രം ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ്, അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് എന്ത് പറയുന്നത്? അഡിസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. മോളിക്യൂൾസ് ഫ്രം ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ് കൺസിഡേർഡ് ആസ് മോളിക്കുലാർ ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ് കൺസിഡേർഡ് ആസ് അഡിസീവ് ഫോഴ്സ് ആൻഡ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അപ്ലൈഡ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് ദ സെയിം സബ്സ്റ്റൻസ് ഇസ് കോൾഡ് കൊഹിസീവ് ഫോഴ്സ്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത്, ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ആൻ ഒബ്ജെക്റ്റ് ഈസ് യൂസ്ഡ് ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ഡിസ്റ്റൻസ് traveled in the direction of the force. Which of the following is not a unit of work? വർക്കിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം, ഇവിടെ നോക്കാം. എന്താണ്? ജൂള് വർക്കിൻ്റേതാണ്, അത് നമുക്കറിയാം അല്ലേ? ജൂള് വർക്കിൻ്റേതാണെന്ന് നമുക്കറിയാം. പിന്നെ നമുക്ക് ഏതറിയാം? ന്യൂട്ടൺ മീറ്ററും എന്ത് തന്നെയാണ്? വർക്കിൻ്റെ യൂണിറ്റ് ആണെന്ന് നമുക്കറിയാം. കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ, അത് എന്താണ്? വർക്കിൻ്റെ യൂണിറ്റ് ആണോ? അല്ല. അപ്പം എന്താണ്? കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ വർക്കിൻ്റേതല്ല, പക്ഷെ എന്താണ്? കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ വർക്കിൻ്റേതാണ്. അപ്പോൾ ഇത് മൂന്നെണ്ണവും എന്താണ്? വർക്കിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് വർക്കിൻ്റെ യൂണിറ്റ് അല്ലാത്തത്. മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? കാരണം എന്താണ്? വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻ ടു ഡിസ്റ്റൻസ് ആണ് വർക്ക്. ഇപ്പോൾ 1 ജൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ന്യൂട്ടൺ മീറ്റർ ആണ്. ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്താൽ എങ്ങനെ കിട്ടും? ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ കിലോഗ്രാം, നമുക്കിവിടെ എന്ത് കൊടുക്കാം? മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? വർക്കിൻ്റെ യൂണിറ്റ് അല്ലാത്തത് കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ മാത്രമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് തന്നിരിക്കുന്നതിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ആക്ച്വലി നമുക്ക് ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമുക്ക് എന്ത് വരുന്നത്? ഫോഴ്സിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഇതല്ലാണ്ട് ഫോഴ്സിന് യൂണിറ്റ് ഉണ്ട്, ന്യൂട്ടൺ ഉണ്ട് അല്ലേ? CGS സിസ്റ്റത്തിൽ നമുക്ക് എന്ത് പറയാം? ന്യൂട്ടൻ്റെ കേസിൽ പറയാം. ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁵ ഡൈൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, പിന്നെ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? MA ആണ്. ഫോഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യണത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ വെച്ചിട്ടാണ് ഫോഴ്സ് ഡിഫൈൻ ചെയ്യണത്. F = MA എന്ന് പറയും. M എന്ന് വെച്ചാൽ എന്താണ്? മാസ് ഇൻ കിലോഗ്രാം ആണ്. A എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്. അതെന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഫോഴ്സിൻ്റെ യൂണിറ്റ് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ,
What is the equation for Newton's second law of motion? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ ഏത് ഇക്വേഷനാണ് പറയുന്നത്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻ ടു ആക്സലറേഷൻ. ഫോഴ്സാണ് നമ്മൾ സെക്കൻഡ് ലോ പ്രകാരം ഡിഫൈൻ ചെയ്യണത് അല്ലേ. അപ്പം ഇവിടെ എന്താണ്? എഫ് എന്ന് വെച്ചാൽ ഫോഴ്സാണ്. ഫോഴ്സ് നമ്മൾ ഏതിലാണ് പറയുന്നത്? ന്യൂട്ടണിലാണ് ഫോഴ്സ് പറയണത്. എം എന്ന് വെച്ചാൽ മാസ്സാണ്. മാസ് നമ്മൾ കൺസിഡർ ചെയ്യണത് കിലോഗ്രാമിലാണ്. ദെൻ എ എന്ന് വെച്ചാൽ എന്താണ്? ആക്സലറേഷൻ ആണ്. ഓക്കെ, ആക്സലറേഷൻ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് നമ്മൾ ആക്സലറേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്താണ്? ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മാസ് ആൻഡ് ആക്സലറേഷൻ. ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ മാസിനും ആക്സലറേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് മീൻസ് മാസോ ആക്സലറേഷനോ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നതും കുറയുന്നതും അനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? ബാക്കിയുള്ള ആ ഒരു കാര്യങ്ങൾക്കുമൊക്കെ അതിൻ്റെ കൂടലും കുറയലും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The momentum of an object of mass m moving with the velocity v is given by. ഒരു ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആ ഒബ്ജക്റ്റിൻ്റെ മാസ് നമുക്ക് എം എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ദെൻ അതിൻ്റെ വെലോസിറ്റി വി എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം എന്തായിരിക്കും എന്നാണ് ചോദിക്കണേ. മൊമെൻറ്റം നമ്മൾ ഇങ്ങനെയാണ് മൊമെൻറ്റത്തിന് കൊടുക്കുക. മൊമെൻറ്റം ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി ആണ്. അതായത് എം വി എന്നാണ് നമുക്ക് അതിൻ്റെ ആൻസർ വരുന്നത്. P is the momentum. P momentum ആണ്. ആൻഡ് M ഇവിടെ എന്താണ്? M is the mass and V is the velocity. V വെലോസിറ്റിയും ആണ്. അപ്പം മൊമെൻറ്റം എന്താണ്? മാസിൻ്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റ് ആണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. ഓൾസോ മൊമെൻറ്റത്തിനെ കുറിച്ച് നമുക്കൊരു കാര്യം കൂടെ പറയാം. മൊമെൻറ്റം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. കാരണം എന്താണ്? അത് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൊമെൻറ്റം എന്ന് പറയുന്നത് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. സോ അതെന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. മൊമെൻറ്റത്തിന് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മൊമെൻറ്റത്തിന് ഉണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി വിച്ച് ഹാവ് മാസ് ആൻഡ് ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. Name the world famous scientist known for his theory of relativity. തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് പേര് കേട്ട, അതിൻ്റെ പേരിൽ ഫേമസ് ആയ സയൻറ്റിസ്റ്റ് ആരാണെന്നാണ് ചോദിക്കുന്നത്. തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണ് കേട്ടോ. അപ്പം അതിൻ്റെ പേരിൽ അത് ആരായിരുന്നു അത് കൊണ്ടുവന്നത്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നുള്ള അദ്ദേഹത്തിൻ്റെ തിയറി കൊണ്ട് ഫേമസ് ആയ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. ആ അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ എന്തൊക്കെയാണ് അറിയോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഓക്കെ, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അത് ഏത് വർഷമായിരുന്നു? റിലേറ്റിവിറ്റി. ഓക്കെ, അത് 1905 ദെൻ പിന്നെ ഒരെണ്ണമുള്ളത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഓക്കെ, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഓക്കെ, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അത് വന്നത് 1915 ഓക്കെ, അപ്പോൾ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ 2 തിയറീസാണ് അതിനകത്തുള്ളത്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി 1905 ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി 1915 ആൽബർട്ട് ഐൻസ്റ്റീൻ മുന്നിലേക്ക് കൊണ്ടുവന്നത്. അത് സ്പേസ്, ടൈം, ഗ്രാവിറ്റി ഇതിനെയൊക്കെ എന്താ പറയുക നല്ല രീതിയിലുള്ള റവല്യൂഷൻ ഈ പറയുന്ന സ്പേസ്, ടൈം, ഗ്രാവിറ്റിയിലൊക്കെ കൊണ്ടുവന്ന 2 തിയറികളാണ് ഈ തന്നിരിക്കുന്ന 2 എണ്ണം. ആ 2 എണ്ണത്തിനെയും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്. അത് കാരണം അല്ലെങ്കിൽ ആ 2 തിയറീസ് മുന്നോട്ട് വെച്ചത് ആരായിരുന്നു? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ മൈക്രോഫോൺ കൺവേർട്ട്സ്. മൈക്രോഫോണ് എന്താ കൺവേർട്ട് ചെയ്യണത്? മൈക്രോഫോൺ കൺവേർട്ട് ചെയ്യണത് എങ്ങനെയാണ്? സൗണ്ട് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണത് അല്ലേ.
അല്ലേ? മൈക്രോഫോണിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന സൗണ്ട് ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ആവുകയാണ് ചെയ്യണത്. ഓക്കെ, അപ്പം അത് ഒരു ട്രാൻസ്ഡ്യൂസർ ആയിട്ടാണ് ആക്ട് ചെയ്യണത്. മൈക്രോഫോണ് ഒരു ട്രാൻസ്ഡ്യൂസർ ആയിട്ടാണ് ആക്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? സൗണ്ട് വേവ്സിനെ ക്യാപ്ചർ ചെയ്യും, അതിനുശേഷം എന്ത് ചെയ്യും? അതിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് ആംപ്ലിഫൈ ചെയ്ത് റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് മാറ്റുകയാണ് ആര് ചെയ്യുന്നത്? മൈക്രോഫോൺ ചെയ്യണത്. ഓക്കെ, മൈക്രോഫോൺസ് തന്നെ പല തരത്തിലുണ്ട്. ഡൈനാമിക് മൈക്രോഫോൺ ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് അതിൻ്റെ നെയിംസ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഡൈനാമിക് മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അതിൻ്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, അടുത്തത് കണ്ടൻസർ മൈക്രോഫോൺ ആണ്. ഓക്കെ, കണ്ടൻസർ മൈക്രോഫോൺ ആണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് ചേഞ്ചസ് ആണ് യൂസ് ചെയ്യണത്. കപ്പാസിറ്റൻസ് ചേഞ്ചസ് ആണ് കണ്ടൻസർ മൈക്രോഫോണിൽ യൂസ് ചെയ്യണത്. റിബൺ മൈക്രോഫോൺ ആണെന്നുണ്ടെങ്കിൽ തിൻ മെറ്റൽ റിബൺ ആണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു തിന്നായിട്ടുള്ള മെറ്റൽ റിബൺ വെക്കും. അത് യൂസ് ചെയ്തിട്ട് കൺവേർഷൻസ് കാര്യങ്ങളൊക്കെ സൗണ്ട് വേവ്സിനെ കൺവേർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മൈക്രോഫോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിബൺ മൈക്രോഫോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മൈക്രോഫോൺ സൗണ്ട് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണത്. അതൊരു ട്രാൻസ്ഡ്യൂസർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് 3 ടൈപ്പ് മൈക്രോഫോൺസ് ഉണ്ട്. ഡൈനാമിക് മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി പ്രവർത്തിക്കുന്നതാണ്. കണ്ടൻസർ എന്ന് വെച്ചാൽ കപ്പാസിറ്റൻസ് ചേഞ്ചസ് ത്രൂ വർക്ക് ചെയ്യുന്നതാണ്. തിൻ മെറ്റൽ റിബൺ മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ റിബൺ മൈക്രോഫോൺ ആണ് കേട്ടോ. റിബൺ മൈക്രോഫോണിനകത്ത് എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ തിന്നായിട്ടുള്ള ഒരു മെറ്റൽ റിബൺ വെച്ച് അതുവഴി പ്രവർത്തിക്കുന്നതാണ് റിബൺ മൈക്രോഫോൺ. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് എക്യുപ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫോം മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി? മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണത് അത് ഏത് എക്യുപ്മെൻ്റ് ആണ്? ഡൈനാമോ ആണ് കൺവേർട്ട് ചെയ്യണത്. ഓക്കെ, ഡൈനാമോ അല്ലെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ജനറേറ്റർ എന്ന് പറയും അല്ലേ? മെക്കാനിക്കൽ എനർജി അല്ലേ, നമ്മൾ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്ത് ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിട്ട് അവിടെ എന്താ സംഭവിക്കണേ? അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാണ് ചെയ്യണത് അല്ലേ? അപ്പം ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ ആണ് മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണത്. ഓക്കെ, അപ്പം ഇത് വന്നിട്ട് ഇതിനകത്ത് ഇലക്ട്രിക് ജനറേറ്റർ ഉണ്ട്. അതായത് ഇലക്ട്രിക് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ AC ജനറേറ്റർ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റർ എന്നൊക്കെ പറയും. അവരെന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കൽ എനർജീനെ AC കറണ്ട് ആയിട്ടാണ് മാറ്റുന്നത്. അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിട്ടാണ് അവിടെ മാറ്റുന്നത്. ഏതാണ്? AC ജനറേറ്റർ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റർ. ഇലക്ട്രിക് ജനറേറ്ററിലാണ് കേട്ടോ. ഇലക്ട്രിക് ജനറേറ്ററിൽ നടക്കുന്ന കൺവേർഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജീനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിട്ട് AC കറണ്ട് ആയിട്ടാണ് മാറ്റുന്നത്. ഇനി ഡൈനാമോ ആണെങ്കിൽ DC ജനറേറ്റർ ആണ്. DC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെക്കാനിക്കൽ എനർജീനെ ഡയറക്റ്റ് കറണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യണതാണ് ഡൈനാമോ അല്ലെങ്കിൽ DC ജനറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വിൻഡ് ടർബൈൻ ഉണ്ട്. ഓക്കെ, വിൻഡ് ടർബൈൻ ആണെങ്കിൽ ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിപ്പോൾ പറഞ്ഞു പോകുമ്പോൾ ഇതുകൂടെ ഒന്ന് പറഞ്ഞു തരണമെന്ന് മാത്രമേ ഉള്ളൂ. ആവശ്യമുള്ളവരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ വിൻഡ് ടർബൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിൻഡ് എനർജി എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് മെക്കാനിക്കൽ എനർജി തന്നെയാണ് അല്ലേ? അതിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് ആര് കൺവേർട്ട് ചെയ്യണത്? വിൻഡ് ടർബൈൻ കൺവേർട്ട് ചെയ്യണത്. മെക്കാനിക്കൽ എനർജി തന്നെയാണ്. വിൻഡ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫോം ഓഫ് മെക്കാനിക്കൽ എനർജിയാണ്. അതിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് വിൻഡ് ടർബൈനിൽ ചെയ്യണത്. ഇനി ഹൈഡ്രോ ഇലക്ട്രിക് ജനറേറ്റർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കൺവേർഷനാണ് നടക്കുന്നത്? വാട്ടർ മൂവ്മെൻറ്റ്. അതും എന്താണ്? മെക്കാനിക്കൽ എനർജിയാണ് അല്ലേ? വെള്ളം മൂവ് ചെയ്യുന്നത് മെക്കാനിക്കൽ എനർജിയാണ്. അതിനെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹൈഡ്രോ ഇലക്ട്രിക് ജനറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായല്ലോ അല്ലേ? മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യണത് ഡൈനാമോയും ജനറേറ്റേഴ്സുമാണ്. അതിനകത്ത് പല ടൈപ്പ് ഉണ്ട്. അതാണ് നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ. അതെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത്,
വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഫോം ഓഫ് റിന്യൂവബിൾ എനർജി? റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പിന്നീടും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് എനർജിയാണ് അല്ലേ? അതായത് റീസൈക്കിൾ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് പിന്നീടും ഉപയോഗിക്കാൻ, പിന്നീട് എന്താ പറയുക, നമുക്ക് റിസോഴ്സ് ചെയ്ത് അതിൻ്റെ റിസോഴ്സ് നമുക്ക് പിന്നെയും അവൈലബിൾ ആയിട്ട് വരുന്ന, പുതുതായിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ പൊട്ടൻഷ്യൽ എനർജി റിന്യൂവബിൾ അല്ല. സോളാർ എനർജി എന്താണ്? റിന്യൂവബിൾ ആണ്. കാരണം സൂര്യനിൽ നിന്നും കിട്ടുന്ന എനർജിയാണ് അല്ലേ? ഇലക്ട്രിക്കൽ എനർജി, കെമിക്കൽ എനർജി ഒന്നും തന്നെ എന്തല്ല? റിന്യൂവബിൾ എനർജി അല്ല. പിന്നെന്താണ്? സോളാർ എനർജിയാണ് റിന്യൂവബിൾ എനർജി. പിന്നെ ഏതൊക്കെയാണ് റിന്യൂവബിൾ എനർജിയിൽ വരുന്നത്? വിൻഡ് എനർജി വരുന്നുണ്ട്, ഹൈഡ്രോ പവർ വരുന്നുണ്ട് അല്ലേ? വെള്ളത്തിൽ നിന്നുള്ള എനർജി, ഫ്ലോയിങ് വാട്ടറിൽ നിന്നും മൂവിങ് എയറിൽ നിന്നുമുള്ള എനർജി. പിന്നെന്താണ്? ജിയോ തെർമൽ എനർജി അല്ലേ? ജിയോ തെർമൽ എന്താണ്? എർത്തിൻ്റെ ചൂടിൽ നിന്നും, ഭൂമിയുടെ ചൂടിൽ നിന്നും കിട്ടുന്ന എനർജിയും റിന്യൂവബിൾ ആണ്. പിന്നെന്താണ്? ബയോമാസ് എനർജി. ബയോമാസ് എനർജിയും എന്ത് തന്നെയാണ്? റിന്യൂവബിൾ ആണ്. ഓർഗാനിക് മെറ്റീരിയൽസിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബയോമാസ് എനർജി കിട്ടുന്നത്. അപ്പോൾ എന്താണ് റിന്യൂവബിൾ എനർജി എന്നും ഏതൊക്കെയാണ് റിന്യൂവബിൾ എനർജി എന്നുമുള്ള കാര്യം ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് എനർജി ഓഫ് ദ വിൻഡ് ഡസ് എ വിൻഡ് മിൽ യൂസ്? വിൻഡിൻ്റെ ഏത് ടൈപ്പ് ഓഫ് എനർജിയാണ് വിൻഡ് മില്ല് ഉപയോഗിക്കുന്നത്? ടൈപ്പ് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതിപ്പോൾ എന്താണെന്ന്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. തെർമൽ എനർജി, കൈനറ്റിക് എനർജി, ഹീറ്റ് എനർജി, ഹൈഡ്രോ എനർജി. ഇതിൽ ഏത് എനർജിയാണ് വിൻഡ് മില്ല് യൂസ് ചെയ്യണത്? കൈനറ്റിക് എനർജിയാണ് അല്ലേ? കാരണം എന്താണ്? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുമ്പോഴുള്ള എനർജീനെയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരിവിടെ സ്റ്റില്ലായിട്ടിരിക്കുമ്പോഴുള്ള എനർജീനെ നമ്മൾ എന്താ പറയുക? അത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ വിൻഡ് മൂവ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു വിൻഡിൻ്റെ എനർജി യൂസ് ചെയ്തിട്ടാണ് വിൻഡ് മില്ല് പ്രവർത്തിക്കുന്നത് അല്ലേ? കാറ്റ് നല്ല രീതിയിൽ കാറ്റ് വീശുമ്പോൾ ആ എനർജിയിലാണ് ആ ഒരു കാറ്റാടി യന്ത്രത്തിൻ്റെ എന്താ പറയുക, ആ ഒരു വീല് വർക്ക് ചെയ്യണത് അല്ലേ? എന്താ പറയുക, ആ വിങ്സ് കറങ്ങണത് ഈ ഒരു കൈനറ്റിക് എനർജി യൂസ് ചെയ്തിട്ടാണ് കറങ്ങുന്നത്. ഓക്കെ, അപ്പം എന്താണ്? മൂവിങ് എയറിന് കൈനറ്റിക് എനർജി ഉണ്ട് അല്ലേ? വിൻഡ് മില്ലിൻ്റെ ബ്ലേഡ് ഈ എനർജിയാണ് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ക്യാപ്ചർ ചെയ്യണത്. ഓക്കെ അല്ലേ? അപ്പം ഈ ഒരു റൊട്ടേഷണൽ മോഷൻ നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നറിയോ? വാട്ടർ പമ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി. നമ്മൾ നോർമലി വാട്ടർ പമ്പിങ്ങിന് ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ അതൊക്കെ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ? വിൻഡ് ടർബൈൻസിലൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ഈ വിൻഡ് മില്ല് ത്രൂ നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജീനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പോൾ അതെന്താണ്? വിൻഡ് മില്ല് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സായി മാറിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓരോ കമ്പനികൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഓരോ കമ്പനികൾ അവരുടെ വിൻഡ് മില്ല് വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രിസിറ്റി അവർ ഗവൺമെൻറ്റിന് കൊടുത്ത് അവരുടെ കമ്പനിയുടെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കുക, അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മളിവിടെ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? വിൻഡ് മില്ലിനകത്ത് വിൻഡിൻ്റെ കൈനറ്റിക് എനർജിയാണ് യൂസ് ചെയ്യണത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ? ആർക്കിമിഡിസ് പ്രിൻസിപ്പിളുടെ ബേസിൽ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കണേ. അപ്പം നമുക്ക് ആദ്യം എന്തറിയണം? ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിയണം. ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതിപ്പം ഇവിടെ ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നില്ല, ഞാൻ പറയുന്നുണ്ട്. ആവശ്യമുള്ളവർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അറിയാവുന്നവർ ഓക്കെ, ഞാൻ അറിയാത്തവരുടെ കാര്യമാണ് പറയണത്. ആർക്കിമിഡിസ് പ്രിൻസിപ്പിളിൽ പറയുന്നത്, ബോഡി സബ്മേർജ്ഡ് ഇൻ എ ഫ്ലൂയിഡ് experiences an upward buoyant force equal to the weight of the fluid displaced by the body. അപ്പോൾ എന്താ പറയുന്നത്? ഒന്നുകൂടെ പറഞ്ഞുതരാം. ബോഡി സബ്മേർജ്ഡ് ഇൻ എ ഫ്ലൂയിഡ്, ഒരു ഫ്ലൂയിഡിൽ, ഏതേലും ഒരു ഫ്ലൂയിഡിൽ സബ്മേർജ് എന്ന് പറഞ്ഞാൽ മുക്കി വെച്ചിരിക്കുന്ന, താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു ബോഡി, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ബോഡിക്ക് എന്തുണ്ടാവുമെന്നറിയോ? മേലേക്ക് വരാനുള്ള ഒരു ബോയിൻ ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, മേലേക്ക് ഒരു ബോയിൻ ഫോഴ്സ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കുന്നറിയോ? നമ്മൾ ഈ ഒരു ബോഡി അകത്തേക്ക് കയറ്റി വെക്കുമ്പോൾ ആ ഫ്ലൂയിഡ് കുറച്ച് മാറിയിട്ടായിരിക്കില്ലേ നമുക്ക് ഈ ബോഡി അകത്തിരിക്കാനുള്ള സ്പേസ് വരുന്നത്. ആ മാറിപ്പോയ അത്രയും ഫ്ലൂയിഡിൻ്റെ വെയ്റ്റിന് ഈക്വൽ ആയിരിക്കും മേലേക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ബോയിൻ ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ?
ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഫ്ലൂയിഡ് നീങ്ങി മാറി ഈ ബോഡിക്ക് ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്ത അത്രയും മാറിപ്പോയ അത്രയും ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് ആയിരിക്കും ഈ ഫോഴ്സ്, ഈ ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു അപ്വാർഡ് ബോയിൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ക്ലിയർ ആയോ? ഇനി നമ്മൾ ഈ തന്നിരിക്കുന്നതിൽ ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ ബേസ് ചെയ്യാണ്ട് എന്താണുള്ളത് എന്നാണ്. ഇവിടെ നോക്ക്, ഷിപ്പിൻ്റെയും സബ്മറൈൻസിൻ്റെയും ഉറപ്പായിട്ടും ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം അല്ലേ? കാരണം എന്താണ്, ഷിപ്പാണെങ്കിലും സബ്മറൈൻ ആണെങ്കിലും ഫ്ലൂയിഡ് വെള്ളത്തിലാണ് താഴുന്നത്. അപ്പം എന്തായാലും ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം. ഹൈഡ്രോമീറ്റേഴ്സ് എന്താണ്? ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നതാണ്. ലാക്ടോമീറ്റേഴ്സ് ഓൾസോ എന്താണ്? മിൽക്കിൻ്റെ പ്യൂരിറ്റി അല്ലെ, ബോയൻസി ബേസ് ചെയ്തിട്ട് മിൽക്കിൻ്റെ പ്യൂരിറ്റി മെഷർ ചെയ്യാനായിട്ടാണ് ലാക്ടോമീറ്റേഴ്സ് യൂസ് ചെയ്യണത്. സോ അതും ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഹൈഡ്രോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡിൻ്റെ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അവിടെയും ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ എന്താണ്? എയ്റോപ്ലെയിൻ വിങ്സ് ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ? കാരണം ആകാശത്തൂടെ പോകുന്നതാണ്. സബ്മേർജ് എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ ആവശ്യമില്ല. അപ്പം ഇവിടുത്തെ ആൻസർ എന്താണ്? ഡിസൈനിങ് ഓഫ് എയ്റോപ്ലെയിൻ വിങ്സ്. അപ്പം ഇനി നമുക്ക് നോക്കാം. അപ്പോൾ എയ്റോപ്ലെയിൻ വിങ്സ് ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്? ബെർണോളീസ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് എയ്റോപ്ലെയിൻ വിങ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എയ്റോപ്ലെയിൻ വിങ്സ് എന്ത് പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്? ബെർണോളീസ് പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്താണ് ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എയ്റോപ്ലെയിൻ വിങ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബെർണോളീസ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു റിഫ്രാക്ട് ലൈറ്റ് ഈസ് ഓൾസോ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ്. അതായത് ഒരു മീഡിയം, ഏത് മീഡിയം ആയിക്കോട്ടെ, അതിന് ലൈറ്റ് റിഫ്രാക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് നമ്മൾ ആ ഒരു മീഡിയത്തിൻ്റെ എന്താ പറയുക, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും? എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, ആ മീഡിയത്തിൻ്റെ ഏതാണോ ആ മീഡിയത്തിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിട്ട് നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യും. എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിട്ട് എക്സ്പ്രസ് ചെയ്യണത്? ഒരു മീഡിയത്തിൻ്റെ ലൈറ്റ് റിഫ്രാക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റീനെ നമ്മൾ ആ മീഡിയത്തിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ ഒരു മീഡിയത്തിൽ കൂടെ ഏതൊരു മീഡിയത്തിൽ കൂടെ ആണെങ്കിലും ലൈറ്റ് പാസ് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു പാസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഒന്ന് സ്ലോ ഡൗൺ ആവില്ലേ? ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് സ്ലോ ആവും. അപ്പം ഈ ഒരു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം അത് സ്ലോ ആവുന്നുണ്ട് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം നോർമലി പോകുന്നതും അവിടെ റിഫ്രാക്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ സ്ലോ ഡൗൺ ആവുന്നുണ്ട്, ലൈറ്റ് സ്ലോ ഡൗൺ ആവുന്നുണ്ട് എന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു മീഡിയത്തിൻ്റെ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ മീഡിയത്തിനകത്ത് ലൈറ്റ് എന്താ ചെയ്യുന്നത്? വളരെ പതിയെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, വളരെ പതിയെ ആയിരിക്കും പോകുന്നുണ്ടാവുക. വളരെ പതിയെ പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഗ്രേറ്റർ റിഫ്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് വളരെ പതിയെ ആയിരിക്കും ലൈറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും ഉണ്ടാവുന്നത്. ക്ലിയർ ആയില്ലേ? പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, travels in deserts often to have an optical illusion of a sheet of water where none actually exist. What is this called? നമ്മൾ പണ്ട് തൊട്ട് പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? എന്താണത്? നമ്മൾ മരുഭൂമിയിൽ കൂടെ പോകുമ്പോൾ അവിടെ ഒരു വെള്ളം ഉണ്ട് എന്നുള്ള നമുക്കൊരു തോന്നലാണ്, ഇല്യൂഷൻ, നമ്മുടെ കാഴ്ചയുടെ ഒരു തോന്നലായിട്ട് വരാറുണ്ട് അല്ലേ? അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഒരു ഇല്യൂഷനാണ് അവിടെ ഉണ്ടാവുന്നത്. ഒരു ഫോൾസ് അല്ലെങ്കിൽ ഒരു സ്യൂഡോ വിഷൻ ആയിട്ടാണ് നമുക്കത് തോന്നുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനെ നമ്മൾ എന്താ പറയുന്നത്? മിറേജ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. മിറേജ് ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, ലൈറ്റിൻ്റെ റിഫ്രാക്ഷൻ കാരണമാണ് മിറേജ് ഉണ്ടാവുന്നത്. നമ്മൾ നല്ല സണ്ണി ഡേയ്സിൽ, നല്ല രീതിയിൽ സൂര്യപ്രകാശം ഒക്കെ ഉള്ള സമയങ്ങളിൽ ഡെസേർട്സിലും റോഡിലും ഒക്കെ നമുക്ക് എന്ത് പറ്റും? ലൈറ്റ് ഇങ്ങനെ റിഫ്രാക്റ്റ് ചെയ്യുമ്പോൾ അത് വെള്ളത്തിൻ്റെ പ്രസൻസ് ആണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്.
ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് നല്ല സണ്ണി ഡേയ്സ് ആണെങ്കിൽ ഗ്രൗണ്ട് എന്താവും, നല്ല രീതിയിൽ ചൂട് വരും അല്ലേ. ചൂട് വന്നിട്ട് എന്താവും, അതിന് തൊട്ട് മേലെയുള്ള കാറ്റ്, അതായത് ആ ഗ്രൗണ്ടിന് തൊട്ട് മേലെ നിൽക്കുന്ന കാറ്റ് എന്താണ്, നല്ല രീതിയിൽ ചൂടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഈ സർഫസിന് അടുത്തുള്ള കാറ്റിന് നല്ല ചൂടുണ്ടാവും. അതായത് അതിന് തൊട്ട് മേലെ നിൽക്കുന്ന കാറ്റിനേക്കാൾ കൂടുതലായിരിക്കും ഈ സർഫസിന്, ഏത് സർഫസിലാണോ ഈ ഒരു ചൂട് കൂടുതലായിട്ട് ഗ്രൗണ്ടിൽ വരുന്നത് അതിൻ്റെ തൊട്ട് മേലെയുള്ള കാറ്റിനേക്കാൾ കുറച്ചുകൂടെ ചൂട് കൂടുതലായിരിക്കും ഈ സർഫസിന് അടുത്ത് നിൽക്കുന്ന കാറ്റിന് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ആകാശത്ത് നിന്ന് വരുന്ന ലൈറ്റ് ഉണ്ട് അല്ലേ, ഈ ആകാശത്ത് നിന്ന് വരുന്ന ലൈറ്റ് ബെൻഡ് ചെയ്യും. ഓക്കെ, അതായത് ഓരോ നമ്മൾ പറഞ്ഞു ഈ സർഫസിലുള്ള ഓരോ എയറിൻ്റെ ലെയറിനും ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സാണ് അല്ലേ. നമ്മൾ ഗ്രൗണ്ടിന് തൊട്ടടുത്ത് നിൽക്കുന്നത് നല്ല ചൂടായിരിക്കും, അതിന് തൊട്ട് മേലെയുള്ളത് കുറവായിരിക്കും, ഇതിൻ്റെ മേലെയുള്ളത് കുറവായിരിക്കും. ഇങ്ങനെയാണ് എയറിൻ്റെ ആ ഒരു ലെയേഴ്സ് പോകുന്നത്. അപ്പോൾ ഈ സ്കൈയിൽ നിന്നുള്ള ആകാശത്ത് നിന്നുള്ള ലൈറ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പല പല ടെമ്പറേച്ചറുള്ള എയറിൻ്റെ ലെയേഴ്സ് കൂടെയാണ് പാസ് ചെയ്യണത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ഓരോ ലെയർ എത്തുമ്പോഴും അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ. ഈ ലൈറ്റിൻ്റെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ ഈ റിഫ്രാക്റ്റഡ് ലൈറ്റിനെയാണ് വെള്ളമായിട്ട് ചിന്തിക്കുന്നത്. ഓക്കെ, ഈ റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്ന ലൈറ്റിനെ നമ്മുടെ മനസ്സിൽ എന്ത് വിചാരിക്കും, അത് വെള്ളമാണെന്ന് വിചാരിച്ചിട്ട് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇല്യൂഷൻ കൊണ്ടുവരുന്നത്. അതായത് അവിടെ വെള്ളത്തിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നൊരു ഇല്യൂഷൻ നമുക്ക് ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതായത് റിഫ്രാക്ഷന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. മിറേജ് ഉണ്ടാവുന്നതും എന്തിൻ്റെ ബേസിലാണ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ ബേസിലാണ്. അതായത് നല്ല ചൂടുള്ള സമയങ്ങളിൽ നമ്മുടെ ഭൂമിയിൽ നിന്നുള്ള എയർ എന്താണ്, ഓരോ ലെയറിനും ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ ആകാശത്ത് നിന്ന് വരുന്ന കാറ്റ് ഓരോ ലെയർ എത്തുമ്പോഴും റിഫ്രാക്റ്റ് ചെയ്ത് പോവും. ഈ റിഫ്രാക്റ്റ് ചെയ്യുന്ന ലൈറ്റ് റിഫ്രാക്റ്റ് ചെയ്യുമോ, എയറിൻ്റെ ഓരോ ലെയറിലും റിഫ്രാക്റ്റ് ചെയ്യും. ഈ റിഫ്രാക്റ്റ് ചെയ്യുന്ന ലൈറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് തെറ്റിദ്ധരിക്കുന്നത്, മിറേജ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പ്രസൻസ് ആയിട്ട് തെറ്റിദ്ധരിക്കുന്നത്. ക്ലിയർ ആയില്ലേ, മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബ്ലൂ കളർ ഓഫ് ദ സ്കൈ ഈസ് ഡ്യൂ ടു. ആകാശത്തിന് നീല നിറമാണ് അല്ലേ, അതെന്ത് കാരണം ഉണ്ടാവുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്കാറ്ററിങ് ഓഫ് ലൈറ്റിൻ്റെ സ്കാറ്ററിങ് എഫക്റ്റ് കാരണമാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ആകാശത്തിന് നമുക്ക് ആ ഒരു നീല നിറം തോന്നുന്നത്. ഓക്കെ, നമുക്കറിയാം സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൈറ്റ് ലൈറ്റ് ആണ് അല്ലേ. സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ലൈറ്റ് ആണ്. ഈ വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ലൈറ്റ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ കളേഴ്സ് കൂടി ചേർന്നിട്ടാണ് വൈറ്റ് ലൈറ്റ് ഉണ്ടാവുന്നത്, മൾട്ടിപ്പിൾ കളേഴ്സ്. എസ്പെഷ്യലി നമുക്കത് എന്ത് പറയാം, വിബ്ജിയോർ ആണ് വൈറ്റ് ലൈറ്റിലുള്ള കളേഴ്സ്. എല്ലാ കളറും ഉണ്ട് അല്ലേ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇത്രയും കളേഴ്സ് കൂടെ മിക്സപ്പ് ആയിട്ടാണ് എന്തുണ്ടാവുന്നത്, വൈറ്റ് ലൈറ്റ് ഉണ്ടാവുന്നത്. ഇനി സൺലൈറ്റ് എർത്തിൻ്റെ അന്തരീക്ഷത്തിൽ, ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്തുണ്ട്, ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട് അല്ലേ. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പല പല ഗ്യാസുകളുണ്ട്, നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെ ഒരുപാട് ഗ്യാസുകളുണ്ട്. ഈ ഗ്യാസ് മോളിക്യൂൾസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അതുപോലെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. ഈ പറയുന്ന പാർട്ടിക്കിൾസിലെല്ലാമായിട്ട് ആർക്ക് ഇൻട്രാക്ഷൻ വരും, സൺലൈറ്റിന് ഇൻട്രാക്ഷൻ വരും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നറിയോ, സ്കാറ്ററിങ് സംഭവിക്കും. അതായത് ചെറിയ വേവ് ലെങ്ത് ഉള്ള കളേഴ്സ്, ചെറിയ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ വിബ്ജിയോറിൽ ബ്ലൂവിനും വയലറ്റിനും ഇൻഡിഗോയ്ക്കൊക്കെയാണ് എന്തുള്ളത്, ചെറിയ വേവ് ലെങ്ത് ഉള്ളത്. ഇവരെന്ത് ചെയ്യുന്നറിയോ, ഈ ഇൻട്രാക്ഷൻസ് ഗ്യാസ് മോളിക്യൂൾസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം വളരെ പെട്ടെന്ന് തന്നെ സ്കാറ്റർ ആവുന്നത് ഈ ചെറിയ വേവ് ലെങ്ത് ഉള്ള കളേഴ്സ് ആയിരിക്കും. ഓക്കെ, കൂടുതൽ വേവ് ലെങ്ത് ഉള്ള റെഡ്, ഓറഞ്ച്, യെല്ലോ ഇവരെക്കാൾ പെട്ടെന്ന് സ്കാറ്റർ ആവുക വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ കളറുകൾ ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ മോളിക്യൂൾസ് ഇവരെ പെട്ടെന്ന് തന്നെ ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലൂവിനേക്കാൾ കൂടുതൽ ആരാണ് സ്കാറ്റർ ചെയ്യുക, വയലറ്റ് ആണ് സ്കാറ്റർ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കണ്ണുകൾ കുറച്ചുകൂടെ സെൻസിറ്റീവ് ബ്ലൂ കളറിനോടാണ്. വയലറ്റ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യുന്നത് എങ്കിൽ പോലും നമ്മുടെ കണ്ണുകൾക്ക് കുറച്ചുകൂടെ എന്താണ് ആ ഒരു സെൻസിറ്റിവിറ്റി കൂടുതൽ ബ്ലൂ കളറിനോടായതുകൊണ്ടാണ് എന്ത് കാണുന്നത്, നമ്മൾ ആകാശം നീല നിറത്തിൽ കാണുന്നത്. ഓക്കെ,
അപ്പോൾ പറഞ്ഞു തന്ന പ്രൊസീജിയർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ പ്രൊസീജിയർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ ഇരുന്ന് കേട്ടാൽ മതി. കാരണം എന്താ അറിയോ, നമ്മൾ ഒരു തിയറി പഠിക്കുകയാണ് എന്നുള്ള ഇരിപ്പിലിരുന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ മൈൻഡിലേക്ക് ഒരു കാര്യം പെട്ടെന്ന് കയറുക നമ്മളൊരു കഥ കേൾക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു കഥയായിട്ട് നിങ്ങൾ ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയോടെ ഇരിക്കും. അപ്പോൾ 1-2 വട്ടം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ വൈറ്റ് ലൈറ്റിനകത്ത് എന്തൊക്കെ കളേഴ്സാണ് ഉള്ളതെന്ന് ചോദിക്കാം, ഹയർ വേവ് ലെങ്ത് ഉള്ള കളർ ഏതാണെന്ന് ചോദിക്കാം, ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള കളർ ഏതാണെന്ന് ചോദിക്കാം, എത്രയും വേഗം സ്കാറ്റർ ചെയ്യുന്ന കളർ ഏതാണെന്ന് ചോദിക്കാം, ഏറ്റവും കുറവ് സ്കാറ്റർ ചെയ്യുന്ന കളർ ഏതാണെന്ന് ചോദിക്കാം. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ഈ പറഞ്ഞ കഥയുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ കഥ ഒന്നുകൂടെ കേട്ടു നോക്കുക. ഓക്കെ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ് അല്ലേ. സ്കാറ്ററിങ് ഓഫ് ലൈറ്റിന് എക്സാമ്പിൾ എന്താണ്? ബ്ലൂ കളർ ഓഫ് ദ സ്കൈ, ആകാശത്തിൻ്റെ നീല നിറം എന്തിന് എക്സാമ്പിളാണ്? സ്കാറ്ററിങ് ഓഫ് ലൈറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ ഞാൻ ഇനി അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ല അല്ലേ. ഇപ്പം നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ് എന്താണ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്ന്. അപ്പം ഇനി അതൊന്നുകൂടെ പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് പ്രിൻസിപ്പിൾസ് ഈസ് റിലേറ്റഡ് ടു സോളാർ പവർ സിസ്റ്റം? സോളാർ പവർ സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏത് പ്രിൻസിപ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോട്ടോ വോൾട്ടേക് എഫക്റ്റ് ആണ് സോളാർ പവർ സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫോട്ടോ വോൾട്ടേക് എഫക്റ്റ് ആണ്. അപ്പോൾ ഒരു സോളാർ പവർ സിസ്റ്റം ഫോട്ടോ വോൾട്ടേക് എഫക്റ്റിലാണ് വർക്ക് ചെയ്യണത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റ് എന്താ സംഭവിക്കുന്നതെന്നറിയോ, സോളാർ പാനൽസ് നമ്മൾ കണ്ടിട്ടില്ലേ, ആ സോളാർ പാനൽസിനെ നമ്മൾ എന്താ അറിയോ പറയുക, ഈ സോളാർ പാനൽ എന്ന് നമുക്ക് അറിയാനായിട്ട് പറയുന്ന വാക്കാണ്. അത് ശരിക്കും എന്താണെന്നറിയോ, ഫോട്ടോ വോൾട്ടേക് സെൽസ് ആണത്. ഓക്കെ, ഫോട്ടോ വോൾട്ടേക് സെൽസ് ആണ് ഈ പാനൽസ് എന്ന് പറയുന്നത്. ഈ പാനലിൽ സൺലൈറ്റ് വന്ന് എന്താ ചെയ്യുന്നത്, സൺലൈറ്റ് എത്തുകയും അവിടെ ഈ സോളാർ പാനൽസ് യൂസ് ചെയ്തിട്ട് ഈ വരുന്ന സൺലൈറ്റിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്, ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അതാണ് ഫോട്ടോ വോൾട്ടേക് എഫക്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, സോളാർ പവർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആസ് എ സെമി കണ്ടക്ടർ ഇൻ സോളാർ സെൽ? സോളാർ സെല്ലുകളിൽ സെമി കണ്ടക്ടറായിട്ട് യൂസ് ചെയ്യണത് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോളാർ സെല്ലുകളിൽ ഏറ്റവും കൂടുതലായിട്ട് സെമി കണ്ടക്ടറായി യൂസ് ചെയ്യണത് ഇവനെയാണ്, അതായത് ഗേലിയം ആർസിനൈഡ്. ഗേലിയം ആർസിനൈഡിനെയാണ് കൂടുതലും എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, GE അല്ല GA ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ജർമ്മേനിയം അല്ലേ ഇതെന്താ മാറിയെന്ന് നോക്കുമ്പോഴാണ് എനിക്ക് തെറ്റിപ്പോയത് മനസ്സിലായത്. ഗേലിയം ആർസിനൈഡിനെയാണ് സോളാർ സെൽസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും സെമി കണ്ടക്ടറായിട്ട് യൂസ് ചെയ്യണത്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈ എഫിഷ്യൻസി സ്പേസ് ആപ്ലിക്കേഷൻസിനൊക്കെ നമ്മൾ ഈ ഒരു ഗേലിയം ആർസിനൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിന് ഹൈ എഫിഷ്യൻസിയാണ്. ഓക്കെ, ഇതിൻ്റെ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. അതായത് ഇലക്ട്രോൺ മൊബിലിറ്റി, ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ്സ് കൂടുതലാണ്. അതുപോലെ ബാക്കി സിലിക്കോണിനേക്കാളൊക്കെ കൂടുതലായിട്ട് സൺലൈറ്റ് അബ്സോർബ് ചെയ്യണത് ആരാണ്, ഈ ഒരു ഗേലിയം ആർസിനൈഡ് സൺലൈറ്റ് അബ്സോർബ് ചെയ്യും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ ബെറ്റർ പെർഫോമൻസ് കൊടുക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. ബെറ്റർ പെർഫോമൻസ് ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ്, അതായത് ഹൈ ടെമ്പറേച്ചർ ആണെങ്കിലും റേഡിയേഷൻ ഉണ്ടെങ്കിലും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യാൻ ആർക്ക് പറ്റും, ഗേലിയം ആർസിനൈഡിന് പറ്റും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ, അതായത് വേറെ ഏതൊരു മെറ്റീരിയലിനേക്കാളും കൂടുതലായിട്ട് സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ആർക്കുണ്ട്, ഈ ഒരു ഗേലിയം ആർസിനൈഡിന് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സോളാർ സെൽസിലൊക്കെ എന്ത് സെമി കണ്ടക്ടറായിട്ട് യൂസ് ചെയ്യണത്, ഗേലിയം ആർസിനൈഡ് കോമൺ ആയിട്ടുള്ള സെമി കണ്ടക്ടറായിട്ട് യൂസ് ചെയ്യണത്. പറഞ്ഞു തന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത്, വിച്ച് കളർ ഡീവിയേറ്റ്സ് ദ ലീസ്റ്റ്
വെൻ ലൈറ്റ് പാസസ് ത്രൂ എ പ്രിസം. ഒരു പ്രിസത്തിൽ കൂടെ നമ്മൾ ലൈറ്റ് പാസ് ചെയ്ത് വിടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് ഡീവിയേറ്റ് ചെയ്യണത് ഏത് കളറാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞ ആ സെയിം കണ്ടീഷൻ തന്നെയാണ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിബ്ജിയോർ ആണ് ലൈറ്റ് കൺസിസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ലൈറ്റിനകത്തുള്ള കളേഴ്സ് വിബ്ജിയോർ ആണ്. അതിൽ വേവ് ലെങ്ത് കൂടുതൽ റെഡിനാണ്. അപ്പോൾ ഏറ്റവും കുറവ് സ്കാറ്റർ ചെയ്യുക, വേവ് ലെങ്ത് കൂടിയ കളേഴ്സാണ് ഏറ്റവും കുറവ് സ്കാറ്റർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറവ് സ്കാറ്ററിങ് ഏതിനായിരിക്കും? റെഡാണ് കുറവ് സ്കാറ്ററിങ് സംഭവിക്കുക. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യണത് ആരായിരിക്കും? വയലറ്റ് ലൈറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യുക. സ്കാറ്ററിങ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ എന്തെന്ന് പറയാം? അതിനെ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ സ്കാറ്ററിങ് അല്ലെങ്കിൽ ബെൻഡിങ് എന്നൊക്കെ നമുക്കിതിനെ പറയാം കേട്ടോ. ഈ പറയുന്ന എല്ലാം ഒരേ വേർഡ് തന്നെയാണ്. സ്കാറ്ററിങ് എന്ന് പറഞ്ഞാലും ബെൻഡിങ് എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരു പ്രിസത്തിൽ കൂടെ പോകുമ്പം ഏറ്റവും കുറവ് ഡീവിയേറ്റ് ചെയ്യണത് വേവ് ലെങ്ത് കുറഞ്ഞ് റെഡ് കളർ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യണത് അല്ലെങ്കിൽ ബെൻഡ് ചെയ്യണത് വേവ് ലെങ്ത് കുറവുള്ള വയലറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ടു കളേഴ്സ് ഓഫ് സ്പെക്ട്രം ഫോംസ് ദ എക്സ്ട്രീംസ്? ഓക്കെ, എക്സ്ട്രീംസ്, ഒരു സ്പെക്ട്രത്തിൻ്റെ എക്സ്ട്രീംസിൽ ഉണ്ടാവുന്നത് എന്താണെന്നറിയോ? ഏറ്റവും കുറവ് ഡീവിയേറ്റ് ചെയ്യുന്ന റെഡ്. ഓക്കെ, ഏറ്റവും കുറവ് ഡീവിയേറ്റ് ചെയ്യുന്ന റെഡും ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്ന വയലറ്റുമാണ് എക്സ്ട്രീംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെഡിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ആണ്. റെഡിൻ്റെ വേവ് ലെങ്ത് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 700 nm നാനോമീറ്റർ ആണ് ആരുടെ വേവ് ലെങ്ത്? റെഡിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റെഡ് ബെൻഡ് ചെയ്യണത് വളരെ കുറവായിരിക്കും. ഇനി വയലറ്റ് ആണെന്നുണ്ടെങ്കിൽ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണ്. അപ്രോക്സിമേറ്റ്ലി 400 nm ആണ് വയലറ്റിൻ്റെ വേവ് ലെങ്ത് വരുന്നത്. അത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നതാണ്? ഡീവിയേറ്റ് ചെയ്യണതാണ് അല്ലെങ്കിൽ ബെൻഡ് ചെയ്യണതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബെൻഡ് ചെയ്യുന്ന വയലറ്റും ഏറ്റവും കുറവ് ബെൻഡ് ചെയ്യുന്ന റെഡുമാണ് എക്സ്ട്രീംസിൽ നിൽക്കുന്ന ആ ഒരു രണ്ട് കളേഴ്സ് എന്ന് പറയുന്നത്. Which of the following was discovered by Henry Becquerel? ഹെൻറി ബെക്വാരൽ താഴെ തന്നിരിക്കുന്നതിൽ എന്താണ് ഡിസ്കവർ ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഫ്രാറെഡ് റേഡിയേഷൻ അല്ല, അൾട്രാവയലറ്റ് ലൈറ്റ് അല്ല, എക്സ്റേസ് അല്ല. ഹെൻറി ബെക്വാരൽ കണ്ടുപിടിച്ചത് എന്താണ്? റേഡിയോ ആക്ടിവിറ്റി ആണ്. ഓക്കെ, ഹെൻറി ബെക്വാരൽ കണ്ടുപിടിച്ചത് റേഡിയോ ആക്ടിവിറ്റി ആണ്. അപ്പം റേഡിയോ ആക്ടിവിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ബെക്വാരലാണ്. ഓക്കെ, റേഡിയോ ആക്ടിവിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബെക്വാരലാണ്. അതെന്തുകൊണ്ടാണ്? ഹെൻറി ബെക്വാരലിനെ ഓണർ ചെയ്തിട്ടാണ് റേഡിയോ ആക്ടിവിറ്റിക്ക് നമ്മൾ ബെക്വാരൽ എന്ന് SI യൂണിറ്റിൽ പറയുന്നത്. അതിൻ്റെ കൺവെൻഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ക്യൂറി ആണ്. ഓക്കെ, അപ്പോൾ 1 ബെക്വാരൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ബെക്വാരൽ എന്ന് പറഞ്ഞാൽ 1 ഡിസിൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ് ആണ് 1 ബെക്വാരൽ എന്നും പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ അല്ലേ? ആവശ്യമുള്ള പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കണു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്റേ വാസ് ഡിസ്കവേർഡ് ബൈ. എക്സ്റേ കണ്ടുപിടിച്ചത് ആരാണെന്നാണ് ചോദിക്കണേ. എക്സ്റേ കണ്ടുപിടിച്ചത് W. റോൺജൻ ആണ്. ഓക്കെ, വില്യം കൊൺറാഡ് റോൺജൻ. ഓക്കെ, വില്യം കൊൺറാഡ് റോൺജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹം 1895 എന്ത് കണ്ടുപിടിച്ചത്? എക്സ്റേ കണ്ടുപിടിച്ചത്. ഓക്കെ, ദെൻ ഈ ഒരു എക്സ്റേക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് 1901 നോബൽ പ്രൈസ് കിട്ടി. ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടി. ഓക്കെ, അപ്പോൾ അത് എന്തിൻ്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടിട്ടാണ് കിട്ടിയത്? ഈ ഒരു എക്സ്റേയുടെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടിട്ടാണ് വില്യം കൊൺറാഡ് റോൺജന് 1901 ഫിസിക്സിലെ നോബൽ പ്രൈസ് കിട്ടിയത്. എക്സ്റേ കണ്ടുപിടിച്ചത് 1895. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. GPRS സ്റ്റാൻഡ്സ് ഫോർ. GPRS എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. GPRSൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസസ്.
അതെന്താണ്? GPRS എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ ഡാറ്റ സർവീസ് ആണ് അല്ലേ? GPRS എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ ഡാറ്റ സർവീസ് ആണ്. അതെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർലെസ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ആക്സസ് ആണ് കിട്ടുന്നത്. ഓക്കെ, 2G 3G സെല്ലുലാർ നെറ്റ്വർക്ക്സിലൊക്കെ മെസ്സേജിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടുള്ള ഒരു വയർലെസ് ഇൻ്റർനെറ്റ് ആക്സസ് ആണ് GPRS. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് GPRS എന്ന്. ജസ്റ്റ് ഇവിടെ കണ്ടപ്പോൾ ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എന്ന് മാത്രം. അപ്പോൾ GPRS എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസസ്. അടുത്തത്, the materials through which objects can be seen but not clearly. അതായത് നമുക്ക് അപ്പുറത്തുള്ള മെറ്റീരിയൽ ഒബ്ജക്റ്റ് കാണാൻ പറ്റും, പക്ഷെ ക്ലിയർ ആയിട്ടായിരിക്കില്ല. ക്ലിയർ ആയിട്ട് കാണാം, പക്ഷെ അത് ക്ലിയർ അല്ല. അങ്ങനത്തെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിനെ നമ്മൾ എന്താ പറയുക? ട്രാൻസ്ലൂസൻ്റ് എന്നാണ് പറയുന്നത് അല്ലേ? ഒട്ടും നല്ല രീതിയിൽ കാണാൻ പറ്റുന്നത് ട്രാൻസ്പാരൻ്റ് എന്ന് പറയും, ഒട്ടും കാണാൻ പറ്റാത്തത് ഒപ്പേക്ക് എന്നും പറയും. അപ്പം ഇങ്ങനത്തെ അതായത് നമുക്ക് കാണാം പക്ഷെ ക്ലിയർ അല്ല, ആ ടൈപ്പ് മെറ്റീരിയൽസിനെ നമ്മൾ എന്താ പറയുക? ട്രാൻസ്ലൂസൻ്റ് മെറ്റീരിയൽസ് എന്നാണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിനെ പറയുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് മിറർ ഈസ് ഇതിന് നമുക്ക് എക്സാമ്പിൾ പറയാം കേട്ടോ. ട്രാൻസ്ലൂസൻ മെറ്റീരിയൽസിന് എക്സാമ്പിൾ വരുന്നത് ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആണ്. അതായത് നമുക്കിപ്പം നല്ല രീതിയിൽ തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഗ്ലാസ്സിലൊക്കെ ഒരു ഫോഗ് പോലെ ഒരു സാധനം ഉണ്ടാവില്ലേ? അപ്പം നമുക്ക് എന്താണ്? അപ്പുറത്ത് എന്തോ ഉണ്ട് എന്നറിയാം, പക്ഷെ അത് ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പോൾ അത്, പിന്നെ അതുപോലെ വാക്സ് പേപ്പറിൽ കൂടെ നോക്കിയാലും അവിടെ എന്തോ ഉണ്ട് എന്നുള്ള നമുക്ക് കാര്യം അറിയാം, പക്ഷെ അത് എന്താണ് എങ്ങനെയാണെന്നുള്ള ക്ലിയർ വിഷൻ ഉണ്ടാവില്ല. അതുപോലെ തിന്നായിട്ടുള്ള ഫാബ്രിക്സ്, തുണികളൊക്കെ ആണെങ്കിൽ വളരെ തിന്നായിട്ടുള്ള തുണികളിൽ കൂടെ നമുക്ക് കാണാം എന്നാൽ കണ്ടില്ല, ആ ഒരു ലെവലിലാണ് അല്ലേ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനത്തെ ആ മെറ്റീരിയൽസിനെയൊക്കെ നമ്മൾ എന്തായിട്ടാണ് പറയണത്? ട്രാൻസ്ലൂസൻ്റ് എന്നാണ് പറയണത്. ഓക്കെ, അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് മിറർ ഈസ് യൂസ്ഡ് ബൈ ദന്തിസ്റ്റ് ടു സീ ലാർജ് ഇമേജസ് ഓഫ് പേഷ്യൻസ് ടീത്ത്. രോഗികളുടെ പല്ലിൻ്റെ നല്ല രീതിയിലുള്ള ഇമേജസ്, വലിയ ഇമേജ് ആയിട്ട് കാണാനായിട്ട് നമ്മൾ പല്ല് ഡോക്ടർമാരൊരു മിറർ യൂസ് ചെയ്യണ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ ഇങ്ങനെ ക്ലീനൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ പല്ലിനിടയിൽ ഒരു മിറർ, ഒരു ചെറിയ ഇങ്ങനെ ബ്രഷ് പോലൊരു സാധനം, ഒരു മിറർ ഇങ്ങനെ പിടിച്ചിട്ടാണ് അവരത് ചെയ്യാറുള്ളത്. അത് ഏത് ടൈപ്പ് മിറർ ആണെന്നാണ് ചോദിക്കുന്നത്. കോൺകേവ് മിററാണ് അവിടെ യൂസ് ചെയ്യണത്. കോൺകേവ് മിററാണ് പല്ല് നല്ല വലുപ്പത്തിൽ കാണാനായിട്ട് ദന്തിസ്റ്റ് യൂസ് ചെയ്യണത്. കാരണം എന്താണെന്നറിയോ? കോൺകേവ് മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാഗ്നിഫൈഡും അതുപോലെ തന്നെ അപ്രൈറ്റുമായിട്ടുള്ള ഇമേജസ് ആണ്. മാഗ്നിഫൈഡ് ആൻഡ് അപ്രൈറ്റ് ഇമേജസ് ആണ് ആര് ഫോം ചെയ്യുന്നത്? കോൺകേവ് മിറേഴ്സ് ഫോം ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ അതായത് ഒബ്ജക്റ്റ് നമ്മൾ ഫോക്കൽ പോയിന്റിന് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? നല്ല രീതിയിൽ പല്ല് കാണാനായിട്ട്, പല്ലിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എക്സാമിൻ ചെയ്യാനായിട്ട് ഈ ഒരു കോൺകേവ് മിറർ യൂസ് ചെയ്ത് ദന്തിസ്റ്റിന് പറ്റും. ഓക്കെ, അപ്പോൾ കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിഫൈഡ് ആൻഡ് അപ്രൈറ്റ് ഇമേജ് ആണ് അവിടെ ഫോം ചെയ്യണത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സെൻറ്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് സ്ഫെറിക്കൽ മിറർ ഈസ് എ പോയിന്റ് കോൾഡ്. അതായത് ഒരു സ്ഫെറിക്കൽ മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ട് അല്ലേ? അതിൻ്റെ സെൻറ്ററിനെ നമ്മൾ എന്താ പറയുന്നത്? പോൾ എന്നാണ് പറയുന്നത്. ഓക്കെ, സ്ഫെറിക്കൽ മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ സെൻറ്ററിനെ നമ്മൾ പോൾ എന്നാണ് പറയുന്നത്. ഈ പോൾ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലാണ് പ്രിൻസിപ്പൽ ആക്സിസും മിററിൻ്റെ സർഫേസും മീറ്റ് ചെയ്യണത്. ഓക്കെ, മിററിൻ്റെ സർഫസിനെ പ്രിൻസിപ്പൽ ആക്സിസ് മീറ്റ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? പോളിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പം ആ ഒരു പോയിന്റ് എന്താണ് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ലെൻസ് ഹാസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് 25 സെൻറ്റിമീറ്റർ വാട്ട് വിൽ ബി ദ പവർ ഓഫ് ദാറ്റ് ലെൻസ്? അതായത് ഒരു ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 25 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ലെൻസിൻ്റെ പവർ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ എന്ത് പറയാം? ഇത് നോക്കിക്കേ, ഇവിടെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് നോക്കിക്കോ, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാ നോക്കിക്കോ, പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ആണ് അല്ലേ? പവർ എന്ന് പറഞ്ഞാൽ 100/F എന്നാണ് വരിക. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്റിമീറ്ററിലുള്ള ഫോക്കൽ ലെങ്ത് ആണ് എഫ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് 25 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് പവർ എങ്ങനെ കണ്ടുപിടിക്കാം? 100/25 വിച്ച് ഈസ് ഈക്വൽ ടു 4D എന്ന് നമുക്ക് പറയാൻ പറ്റും. 4D ആണ് ആൻസർ വരിക. അതായത് ആ ലെൻസിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ +4 ഡയോപ്റ്റേഴ്സ്. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയോപ്റ്റർ എന്നാണ് കേട്ടോ മീൻ ചെയ്യണത്. അപ്പോൾ +4D ആണ്
പോസിറ്റീവ് ആണ് നമുക്ക് ലെൻസിൻ്റെ പവർ വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ് പോസിറ്റീവ് ആണെങ്കിൽ യൂസ് ചെയ്യേണ്ടത്. നെഗറ്റീവ് ആണെങ്കിൽ നമ്മളവിടെ എന്ത് യൂസ് ചെയ്യണം? കോൺകേവ് ലെൻസ് ആണ് യൂസ് ചെയ്യണത്. ഓക്കെ, ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയതുകൊണ്ട് അതെന്താണ്? ഒരു കോൺവെക്സ് ലെൻസ് ആയിരിക്കും അവിടെ ഉള്ളത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെയാണ് പവർ, ഒരു ലെൻസിൻ്റെ പവർ 100/, ഫോക്കൽ ലെങ്ത് ആണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ പ്രോബ്ലം ഷുവറായിട്ട് നമുക്ക് കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് പവർ ഓഫ് എ ലെൻസ് കോൾഡ്? ഒരു ലെൻസിൻ്റെ പവറിൻ്റെ SI യൂണിറ്റ്. ഓക്കെ, അതിന് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, എന്താണ്? ഡയോപ്റ്റർ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. പവർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 1/f ആണ്. ഓക്കെ, 1/f ആണ്. 1 മീറ്റർ ഫോക്കൽ ലെങ്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഡയോപ്റ്റർ എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ലെൻസിൻ്റെ പവറിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡയോപ്റ്റർ ആണ്. അടുത്തത്, ഇഫ് എ പേഴ്സൺ ഹാസ് ഡിഫിക്കൽട്ടി ഇൻ സീയിങ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ് ക്ലിയർലി, വാട്ട് കണ്ടീഷൻ ഈസ് ഹീ സഫറിങ് ഫ്രം ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ബി കറക്റ്റഡ്? ദൂരെയുള്ള ഒബ്ജക്ട്സ് പ്രോപ്പറായിട്ട് കാണാൻ പറ്റാത്ത ഡിഫിക്കൽട്ടിയാണ് ഒരാൾക്കുള്ളതെങ്കിൽ ആ കണ്ടീഷൻ എന്ന് പറയുന്നത് മയോപ്പിയ ആണ്. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കോൾഡ് ആസ് മയോപ്പിയ ആൻഡ് നിയർ സൈറ്റഡ്നെസ് ആണ് കേട്ടോ. അതായത് അടുത്തുള്ളത് മാത്രം കാണാൻ പറ്റുന്നത്, നമ്മൾ പറയുന്ന ഷോർട്ട് സൈറ്റ് എന്നൊക്കെ പറയുന്ന ആ സാധനം. ഓക്കെ, അപ്പം അതിന് നമ്മൾ എന്ത് വെച്ചാണ് അത് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് കോൺകേവ് ലെൻസ് യൂസ് ചെയ്തിട്ടാണ് മയോപ്പിയ കറക്റ്റ് ചെയ്യേണ്ടത്. കോൺകേവ് ലെൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണിലേക്ക് വരുന്ന ഇൻകമ്മിങ് ആയിട്ടുള്ള ലൈറ്റ് റേസിന് എന്ത് ചെയ്യും? ഫോക്കസ് റെറ്റിനയിലേക്ക് മാറ്റും അല്ലേ? റെറ്റിനയിലേക്ക് ഫോക്കസിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ കാണുന്ന ഒബ്ജക്ട്സ് ക്ലിയർ ആക്കുന്ന പരിപാടി ഏത് ലെൻസാണ് ചെയ്യണത്? കോൺകേവ് ലെൻസാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കോൺകേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈവേർജിങ് ലെൻസാണ്. മയോപ്പിയ എന്നതാണ് ആ ഒരു കണ്ടീഷൻ. ഇനി ഈ ഒരു മയോപ്പിയ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐബോൾ വലുതാവുക, അതായത് വളരെ നീളം കൂടിയ ഐബോള്, അല്ലെങ്കിൽ കോർണിയ ഒരുപാട് കെർവ്ഡ് ആയിട്ടിരിക്കുക, ഇതൊക്കെയാണ് എന്തിൻ്റെ റീസൺ എന്ന് പറയുന്നത്? മയോപ്പിയയുടെ റീസൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഏത് ലെൻസാണ് യൂസ് ചെയ്യേണ്ടതെന്നും ആ ഒരു പ്രശ്നത്തിന് എന്ത് പേരാ പറയണത് എന്നുമുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സസീവ് കർവേച്ചർ ഓഫ് ഐലൻഡ്സ് ലെഡ്സ് ടു. ഓക്കെ, എക്സസീവ് ആയിട്ടുള്ള ഐലൻഡ്സിൻ്റെ കർവേച്ചർ, ഐലൻഡ്സ് എക്സസീവായിട്ട് നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ കേർവ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തിന് കാരണമാവും? മയോപ്പിയയ്ക്ക്. നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ അല്ലേ, മയോപ്പിയയ്ക്കാണത് കാരണമാവുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലെൻസ് ഐലൻസ്, നമ്മുടെ കണ്ണിനകത്തുള്ള ലെൻസിൻ്റെ കാര്യമാണ് കേട്ടോ പറയണത്. അത് ഒരുപാട് കേർവ്ഡ് ആയി കഴിഞ്ഞാൽ കണ്ണിൻ്റെ റിഫ്രാക്റ്റീവ് പവർ അവിടെ കൂടും. റിഫ്രാക്റ്റീവ് പവർ കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ദൂരേന്ന് കാണുന്ന ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ലൈറ്റ് റേസ്, അവിടെ നിന്ന് ആ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് റേസ് റെറ്റിനയുടെ ഫ്രണ്ടിലായിരിക്കും വന്ന് വീഴുന്നത്. അതായത് ഡയറക്റ്റായിട്ട് പോകുന്നതിന് പകരം, റെറ്റിനയിലേക്ക് ഡയറക്റ്റ് എത്തുന്നതിന് പകരം റെറ്റിനയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടായിരിക്കും അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ദൂരെയുള്ള ഒബ്ജക്ട്സ് നമുക്കൊരു ബ്ലർഡ് ആയിട്ടേ കാണാൻ പറ്റുള്ളൂ, പക്ഷേ അടുത്തുള്ള ഒബ്ജക്ട്സ് ഒക്കെ എന്തായിട്ട് കാണും? ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പം ഈ ഒരു പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ മയോപ്പിയ എന്ന് പറയുന്നത്. അത് നമുക്ക് ഏത് ലെൻസ് യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും? കോൺകേവ് ലെൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മയോപ്പിയനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെന്താണ് ആ പ്രോബ്ലം എന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റെറ്റിനയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഒബ്ജക്ട്സ് ആ ഒരു ലൈറ്റ് ഫോളോ ചെയ്യുന്നതാണ്. റെറ്റിനയിൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് അതിൻ്റെ ഫ്രണ്ടിലാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. കോൺകേവ് ലെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത്തിന് എന്ത് ചെയ്യാൻ? കറക്റ്റ് റെറ്റിനയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അടുത്തത്, ദ സ്പീഡ് ഓഫ് സൗണ്ട് ഡാഷ് ആസ് ഇറ്റ് പാസസ് ഫ്രം സോളിഡ് ടു ഗ്യാസസ് മീഡിയം. സോളിഡിൽ നിന്നും ഗ്യാസ് മീഡിയത്തിലേക്ക് സൗണ്ട് പാസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ സൗണ്ടിൻ്റെ സ്പീഡ് വന്നിട്ട് കുറയുകയാണ് ചെയ്യുക. ഓക്കെ, സൗണ്ടിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? കുറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് എപ്പോഴും സോളിഡ് ഫേസില്ലേ, സോളിഡ് പ്ലേസസിൽ സൗണ്ട് നല്ല സ്പീഡായിരിക്കും ഉണ്ടാവുക, ഫാസ്റ്റ് ആയിട്ടായിരിക്കും സൗണ്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അത്
കുറച്ചുകൂടെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് സോളിഡിലായിരിക്കും, അതിനേക്കാൾ കുറവായിരിക്കും ലിക്വിഡിൽ, ഏറ്റവും കുറവ് ഏതിലായിരിക്കും? ഗേഷ്യസ് സ്റ്റേറ്റിലാണ് ഏറ്റവും കുറവായിട്ട് സൗണ്ട് വേവ്സ് മൂവ് ചെയ്യണത്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സോളിഡ്സിനകത്ത് എങ്ങനെയാണ് മോളിക്യൂൾസ് ടൈറ്റായി പാക്ക് ചെയ്തിരിക്കുകയാണ് അല്ലേ. സോളിഡ്സിനകത്ത് മോളിക്യൂൾസ് ടൈറ്റ്ലി പാക്ക്ഡ് ആണ്. അങ്ങനെ വരുന്ന ടൈമിൽ എനർജി കൂടുതലും നല്ല രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. കാരണം കംപ്ലീറ്റ്ലി പാക്ക്ഡ് ആയതുകൊണ്ട് ഒരു മോളിക്യൂളിൽ നിന്നും അടുത്ത മോളിക്യൂളിൽ എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ സോളിഡ് സർഫസിൽ സൗണ്ടിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും എന്ന്. ഗ്യാസിൽ എന്താ വരണേന്ന് വെച്ചാൽ മോളിക്യൂൾസ് എങ്ങനെയാണ് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സോളിഡ് സർഫസിൽ നിന്നും ഗേഷ്യസ് സർഫസിലേക്ക് പോകുമ്പോൾ സൗണ്ടിൻ്റെ സ്പീഡ് കുറയും എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്തത്, the persistence of sound in an auditorium is the result of repeated reflections of sound and is called. നമുക്കറിയാം ഓഡിറ്റോറിയത്തിലൊക്കെ നമ്മൾ നോർമലി സംസാരിക്കുന്ന പോലെയാണോ ഒരു ഓഡിറ്റോറിയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുക? അവിടെ ഒരു പേഴ്സിസ്റ്റൻസ് എന്നുണ്ടാവും അല്ലേ. പേഴ്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് അതിൻ്റെ കാരണം, പേഴ്സിസ്റ്റൻസിൻ്റെ കാരണം എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു സൗണ്ടിൻ്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ റിവർബറേഷൻ ആണ്. റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സൗണ്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ എക്കോ അടിക്കുന്ന പോലെ നമുക്ക് തോന്നും അല്ലേ. നമ്മൾ ആ ഒരു സോഴ്സ് നമ്മൾ സംസാരിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാലും അത് എവിടേക്കോ അതിൻ്റെ അലകൾ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന രീതിയിലാണ് നമ്മളൊരു ഓഡിറ്റോറിയത്തിലൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നാറുള്ളത്. ഓക്കെ, അപ്പം ഇത് എവിടെയാണ് ഈ റിവർബറേഷൻ ഉണ്ടാവണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാള്, സീലിങ്സ്, ഫ്ലോസ്, അതായത് അത് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നശിച്ചു പോകുന്നതിന് മുൻപേ ഇവിടെയൊക്കെ തട്ടിയിട്ട് എന്താവും? പലതവണ റിഫ്ലക്റ്റ് ചെയ്യും, മൾട്ടിപ്പിൾ ടൈംസ് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ആ ഒരു പേഴ്സിസ്റ്റൻസ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു റിവർബറേഷൻ അല്ലെങ്കിൽ ഈ ഒരു എക്കോ അടിക്കുക എന്ന് നമ്മൾ ഇങ്ങനെ പറയുന്നത്, അത് ശരിക്കും എക്കോ അല്ല, പക്ഷെ നമ്മൾ പറയുന്നത് അങ്ങനെയാണ് നമുക്ക് കൂടുതൽ അറിയാനായിട്ട്. ആ ഒരു മുഴക്കം അത് ഇല്ലാണ്ട് ആക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് കാർപ്പറ്റ്സ്, കട്ടൻസ്, അതുപോലെ പാനലുകൾ, ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ ഈ ഒരു മുഴക്കം നമുക്ക് ഇല്ലാണ്ട് ആക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ അവിടുത്തെ വോളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള സർഫസ് അല്ലെങ്കിൽ അണീവൺ ആയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മുഴക്കം കുറയ്ക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്താണ് പേഴ്സിസ്റ്റൻസ് ഓഫ് സൗണ്ടും അതിന് കാരണമായിട്ടുള്ളത് എന്താണ് എന്നുമുള്ള കാര്യം പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, we hear others speaking to us from adjacent rooms due to dash of sound waves. നമുക്കിപ്പോൾ നമ്മളോട് മറ്റൊരാൾ നമ്മുടെ അടുത്തിരുന്ന് സംസാരിച്ചാൽ മാത്രമാണോ നമുക്ക് കേൾക്കുക? അല്ല അല്ലേ. നമ്മളോട് അപ്പുറത്തെ റൂമിലിരുന്ന് സംസാരിച്ചാലും നമുക്ക് കേൾക്കാൻ പറ്റും. എല്ലായ്പ്പോഴും എന്നല്ല, നമ്മളോട് കേൾക്കണം എന്ന് പറഞ്ഞ് അവർ സംസാരിച്ചാലും നമുക്കത് കേൾക്കാൻ പറ്റും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സൗണ്ട് വേവ്സിൻ്റെ ഡിഫ്രാക്ഷൻ ആണ്. ഡിഫ്രാക്ഷൻ കാരണമാണ് എന്ത് പറ്റുന്നത്? നമുക്ക് ഒരു റൂമിലിരുന്ന് വേറൊരു റൂമിലിരുന്ന് ഒരാൾ നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ, അടുത്തടുത്തുള്ള റൂമുകളിൽ നിന്നുള്ള സംസാരം നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സൗണ്ട് വേവ്സിൻ്റെ ബെൻഡിങ് ആണ്. ഓക്കെ, ഓപ്പണിങ്സിലൂടെ അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസിൻ്റെ ചുറ്റിയിട്ട്, എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ അതിനെ ചുറ്റിയിട്ടൊക്കെ സൗണ്ട് വേവ്സ് ബെൻഡ് ചെയ്തൊക്കെ വന്ന് അപ്പുറത്തെ എവിടേക്കാണോ വരേണ്ടത് അവിടേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൗണ്ട് വേവ്സിന് വന്നിട്ട് വേവ് ലെങ്ത് കൂടുതലാണ് അല്ലേ. സൗണ്ട് വേവ്സിന് എങ്ങനെയാണ്? ലോങ്ങർ വേവ് ലെങ്ത് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയോ? ഈ ഡോറ്, വാള്, അതുപോലെ ചെറിയ ഓപ്പണിങ്സ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ ബെൻഡ് ചെയ്ത് വരാനായിട്ട് ആർക്ക് പറ്റും? സൗണ്ട് വേവ്സിന് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറ്റുന്നത്? തൊട്ടടുത്ത റൂമിലിരുന്ന് നമ്മളോട് സംസാരിച്ചാൽ നമുക്കത് കേൾക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഡിഫ്രാക്ഷൻ എന്താണെന്നും എന്തുകൊണ്ടാണ് ആ പ്രോസസ്സ് പോസിബിൾ ആവുന്നത് എന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ കമ്മ്യൂണിക്കേഷൻ elephants can make noises as loud as 103 decibels, but they often use low frequency sound, some of which is passed through the ground. The sounds are called. അതായത്
കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട്, ആനകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് 103 ഡെസിബിൾ വരെ സൗണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നേ പറയുള്ളൂ. പക്ഷേ അവരെപ്പോഴും എന്താണ്, ആനകളുടെ സൗണ്ട് കേട്ടിട്ടുണ്ടോ? ഫ്രീക്വൻസി വളരെ കുറവായിട്ടുള്ള സൗണ്ടാണ് ആനകൾ ഉണ്ടാക്കുന്നത്. അതിൽ ചില സൗണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൗണ്ടിൽ കൂടെ വരെ പാസ് ചെയ്ത് പോകുന്ന അത്രയും ലോ ഫ്രീക്വൻസി സൗണ്ടാണ് ആരുണ്ടാക്കുന്നത്, ആനകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഗ്രൗണ്ടിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഈ ടൈപ്പ് ഓഫ് സൗണ്ട്സ്, ലോ ഫ്രീക്വൻസി സൗണ്ടിനെ നമ്മൾ ഇൻഫ്രാ സൗണ്ട് എന്നാണ് പറയുന്നത്. ഇൻഫ്രാ സൗണ്ട് എന്നാണ് നമ്മളതിനെ പറയുന്നത്. അപ്പോൾ ഇൻഫ്രാ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ബിലോ 20 ഹെർട്സ് വരുന്ന ഫ്രീക്വൻസിയുള്ള, ബിലോ 20 ഹെർട്സ് ഫ്രീക്വൻസിയുള്ള സൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫ്രാ സൗണ്ട് എന്ന് പറയുന്നത്. ഈ ബിലോ 20 ഹെർട്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്നതിൽ വളരെ കുറവായിട്ടുള്ള ഹെർട്സ് ആണ് എന്ത് പറയുന്നത്, ഈ ഒരു ബിലോ 20 ഹെർട്സ് എന്ന് പറയുന്നത്. പക്ഷേ ആനകൾക്കുണ്ടല്ലോ വലിയ 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 ഡിസ്റ്റൻസ്, അതായത് ഒരുപാട് കിലോമീറ്റേഴ്സ് അപ്പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ത് മതി, ഈ ഇത്രയും ബിലോ 20 ഹെർട്സ് വരുന്ന ഈ ഇൻഫ്രാ സൗണ്ട് മതി ആനകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അത് എന്താണ്, ഈ സൗണ്ട്സ് എന്ത് ചെയ്യും, എയറിൽ കൂടെയും ഗ്രൗണ്ടിൽ കൂടെയും ഒക്കെ എന്ത് ചെയ്യും, ട്രാവൽ ചെയ്തിട്ട് അവർ ഒരുപാട് ദൂരത്താണെങ്കിൽ പോലും ആനകൾ തമ്മിൽ മെസ്സേജ് പാസ് ചെയ്യാനായിട്ട് ഇൻഫ്രാ സൗണ്ട് വേവ്സിന് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആയില്ലേ? അടുത്തത്, which of the following is used to detect cracks and flaws in metal blocks? മെറ്റൽ ബ്ലോക്കുകളിൽ ക്രാക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ അൾട്രാസോണിക് വേവ്സ് ആണ് യൂസ് ചെയ്യണത്. അൾട്രാസോണിക് അല്ലെങ്കിൽ സൗണ്ട് വേവ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അൾട്രാസോണിക് ടെസ്റ്റിംഗ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഇപ്പം അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ, 20,000 ഹെർട്സിനേക്കാൾ കൂടുതലാണ്, എബോ 20,000 ഹെർട്സ്. ഇപ്പം ഇൻഫ്രാസൗണ്ട് നമ്മൾ പറഞ്ഞു എത്രയായിരുന്നു, ബിലോ 20 ഹെർട്സ് ആണ്. അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ എബോ 20,000 ഹെർട്സ് ആണ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ അൾട്രാസോണിക് വേവ്സിനെ മെറ്റൽസിനുള്ളിലേക്ക് കടത്തിവിടും. അതിനകത്ത് ക്രാക്കോ ഫ്ലോയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ ചില വേവ്സ് എന്ത് ചെയ്യും, പല പല ആംഗിളിൽ നമുക്ക് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് കിട്ടും. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ എന്തോ ഒരു ക്രാക്ക് ഉണ്ട് എന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഡിറ്റക്ടർ എന്ത് ചെയ്യാൻ പറ്റും, അവരതിനെ അനലൈസ് ചെയ്യും, റിഫ്ലക്റ്റഡ് വേവ്സ് അനലൈസ് ചെയ്യും. എന്നിട്ട് എവിടെയാണ് ഈ ബ്ലോക്കോ ക്രാക്കോ എന്താണുള്ളത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ എബോ 20,000 ഹെർട്സ് ആണ്. ഇൻഫ്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിലോ 20 ഹെർട്സ് ആണ്. ഓക്കെ, ഇത് നമ്മൾ കൂടുതലായിട്ടും അൾട്രാസൗണ്ട് വേവ്സ് യൂസ് ചെയ്യുന്നത് എയറോസ്പേസ്, ഓട്ടോമോട്ടീവ്, കൺസ്ട്രക്ഷൻ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഓരോ വർക്കുകൾ ചെയ്യുമ്പോഴും അത് അത്രയും എന്താണ് ഡിഫക്റ്റ് ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ എല്ലാം സഹായം ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യണത് ഇങ്ങനത്തെ ലാർജ് ഇൻഡസ്ട്രിയൽ ഏരിയാസിലൊക്കെയാണ് ഇതിൻ്റെ യൂസേജ് വരുന്നത്. The device that uses ultrasonic waves to measure the distance, direction and speed of underwater objects. അണ്ടർ ഒബ്ജക്ട്സ്, വെള്ളത്തിന് അടിയിലുള്ള ഒബ്ജക്ട്സിൻ്റെ സ്പീഡ്, അതുപോലെ ഡയറക്ഷൻ, ഡിസ്റ്റൻസ്, അതായത് സബ്മറൈൻ പോലുള്ള ഒബ്ജക്ട്സിൻ്റെ എന്താ പറയുക സ്പീഡ്, അതിൻ്റെ ഡയറക്ഷൻ, ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ അൾട്രാസോണിക് വേവ്സ് വെച്ചിട്ട് ഒരു ഡിവൈസാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഒരു ഡിവൈസാണ് യൂസ് ചെയ്യുക. അത് ഏതാണ് ആ ഡിവൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, സോണാറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോണാർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അണ്ടർ വാട്ടർ ഒബ്ജക്ട്സിൻ്റെ ഡയറക്ഷനും ഡിസ്റ്റൻസും സ്പീഡും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോണാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ദ അക്രോണിം സോണാർ സ്റ്റാൻഡ്സ് ഫോർ. സോണാർ എന്ന് പറഞ്ഞാൽ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോണാർ എന്ന് പറഞ്ഞാൽ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ഓക്കെ, അപ്പോൾ സോണാർ എന്താണെന്നും എന്താണ് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളതും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സോണാർ ഈസ് എ ഡിവൈസ് ദാറ്റ് യൂസസ് അൾട്രാസോണിക് വേവ്സ് to measure the distance, direction and speed of objects
സെയിം ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എന്താണ്, അണ്ടർ വാട്ടറിലുള്ള ഓബ്ജക്ട്സിൻ്റെ ഡിസ്റ്റൻസും ഡയറക്ഷനും സ്പീഡും ഒക്കെ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് സോണാർ ഏത് വേവ്സ് ആണ് യൂസ് ചെയ്യണത്? അൾട്രാസോണിക് വേവ്സ് ആണ് യൂസ് ചെയ്യണത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ട്രാൻസ്വേഴ്സ് വേവ്സ്? ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ, ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്സ്. അതായത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ, ആ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഏത് മീഡിയമാണോ എടുത്തിരിക്കുന്നത് ആ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് ഇല്ലേ, ആ പാർട്ടിക്കിൾസ് വേവ്സിൻ്റെ പ്രൊപ്പഗേഷൻ്റെ അതേ ഡയറക്ഷനിൽ, ആ വേവ്സിൻ്റെ പ്രൊപ്പഗേഷൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട്, ഇപ്പോൾ വേവ്സ് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്ന, മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് വേവ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസിൻ്റെ പ്രൊപ്പഗേഷനും പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷനും വേവ്സിൻ്റെ പ്രൊപ്പഗേഷനും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ഇനി ട്രാൻസ്വേഴ്സ് വേവ്സിന് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് ലൈറ്റ് വേവ്സ് പറയാം, വാട്ടർ വേവ്സ് പറയാം, അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് റേഡിയോ വേവ്സ്, എക്സ്റേസ്, അങ്ങനെയുള്ള എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. പിന്നെ ഒരു സ്ട്രിങ്ങിലുള്ള വേവ്സും എന്ത് തന്നെയാണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഓക്കെ അല്ലേ? അപ്പം എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്സ് എന്നും ഏതൊക്കെയാണ് ട്രാൻസ്വേഴ്സ് വേവ്സ് എന്നും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which is the incorrect statement with regard to ultrasound waves? അൾട്രാസൗണ്ട് വേവ്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദേ ആർ ഹൈ ഫ്രീക്വൻസി വേവ്സ്. അൾട്രാസൗണ്ട് വേവ്സിന് എന്താണ്? നല്ല ഫ്രീക്വൻസി ഉണ്ട്, ഏകദേശം 20 കിലോ ഹെർട്സിനേക്കാൾ കൂടുതൽ, എബോവ് 20 കിലോ ഹെർട്സ് ആണ് എന്തെന്ന് പറയണത്? അൾട്രാസൗണ്ട് വേവ്സിൻ്റെ ഫ്രീക്വൻസി. അതായത് മനുഷ്യൻ്റെ ഹ്യൂമൻ ഹിയറിങ്ങിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ് എന്തെന്ന് പറയണത്? അൾട്രാസൗണ്ട് വേവ്സിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ അതെന്താണ്? അൾട്രാസൗണ്ട് വേവ്സിൻ്റെ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, ദേ ആർ യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് ഫോർ മെഡിക്കൽ പേർപ്പസസ്. ശരിയാണ് അല്ലേ? നമ്മൾ എന്താണ് ഇൻഡസ്ട്രീസിൽ അതുപോലെ മെഡിക്കൽ ഫീൽഡിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എവിടെയൊക്കെയാണ്? സോണാർ യൂസ് ചെയ്യാറുണ്ട് ഇൻഡസ്ട്രീസിൽ. അൾട്രാസൗണ്ട് ഇമേജിംഗ് ഒക്കെ മെഡിക്കൽ പേർപ്പസിന് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? അൾട്രാസൗണ്ട് വേവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ യൂസേജ് ഇൻഡസ്ട്രീസിലൊക്കെ സോണാറിൻ്റെ ഫോമിലും അതുപോലെ മെഡിക്കൽ പേർപ്പസിലാണെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? അൾട്രാസൗണ്ട് വേവ്സിൻ്റെ യൂസേജ് വരുന്നുണ്ട്. അപ്പോൾ അതും എന്ത് തന്നെയാണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, ദേ ട്രാവൽ എമംഗ് വെൽ ഡിഫൈൻഡ് പാത്സ് ഈവൺ ഇൻ ദ പ്രസൻസ് ഓഫ് ഒബ്സ്റ്റക്കിൾസ്. അതെന്തല്ല? അൾട്രാസൗണ്ട് വേവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അല്ല. കാരണം അൾട്രാസൗണ്ട് വേവിന് ഒരിക്കലും ഒബ്സ്റ്റക്കിൾസിനെ എന്താ പറയുക, അതിനെ മാറ്റി പല രീതിയിലേക്ക് പോവാനുള്ള ആ ഒരു ടെൻഡൻസി ഇല്ല. അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള സർഫസസ് ഉണ്ടെങ്കിൽ അൾട്രാസൗണ്ട് വേവ്സ് സ്കാറ്റർ ചെയ്യേ അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യേ ഒക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനത്തെ കണ്ടീഷൻസ് വരുമ്പോൾ ഒന്നുകിൽ അവരെന്ത് ചെയ്യും? സ്കാറ്റർ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അല്ലാണ്ട് അതിൽ നിന്നും വഴിമാറി പോവാനുള്ള കപ്പാസിറ്റി അവർക്ക് ഇല്ല. ഓക്കെ, അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അക്കോർഡിംഗ് ടു അൾട്രാസൗണ്ട് വേവ്സ്. അടുത്തത് നമുക്ക് നോക്കാം. അൾട്രാസൗണ്ട് വേവ്സ് റിഫ്ലക്ട് ബാക്ക് ഫ്രം ഡിഫക്റ്റീവ് ലൊക്കേഷൻസ്. ശരിയാണ് അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞു എന്തെങ്കിലും മെറ്റീരിയൽസ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒബ്സ്റ്റക്കിൾ ആയിട്ടുണ്ടെങ്കിൽ അൾട്രാസൗണ്ട് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദേ ട്രാവൽ എമംഗ് വെൽ ഡിഫൈൻഡ് പാത്സ് ഈവൺ ഇൻ ദ പ്രസൻസ് ഓഫ് ഒബ്സ്റ്റക്കിൾസ്. അല്ല, ഒബ്സ്റ്റക്കിൾസ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സ്കാറ്റർ ചെയ്യാനും റിഫ്ലക്റ്റ് ചെയ്യാനുമുള്ള ടെൻഡൻസിയാണ് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ ഫാസ്റ്റസ്റ്റ് സീസ്മിക് വേവ്സ്? നമുക്ക് കുറച്ച് വേവ്സ് തന്നിട്ടുണ്ട്. അതിൽ ഫാസ്റ്റസ്റ്റ് സീസ്മിക് വേവ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. പ്രൈമറി വേവ്സ് ആണ് ഫാസ്റ്റസ്റ്റ് സീസ്മിക് വേവ്സ്. ഓക്കെ, അപ്പോൾ
നമുക്ക് നോക്കാം. പ്രൈമറി വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റസ്റ്റ് സീസ്മിക് വേവ്സ് ആണ്. പ്രൈമറി വേവ്സിനുണ്ടല്ലോ സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ് അങ്ങനെ ഏതിൽ കൂടെയും പാസ് ചെയ്ത് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പ്രൈമറി വേവ്സ് അല്ലെങ്കിൽ പ്രീ വേവ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അവർക്ക് ഏതിൽ കൂടെയൊക്കെ പോകാൻ പറ്റും? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഓൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ കൂടെ പോകാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? പ്രൈമറി വേവ്സിന് ഉണ്ട്. ഓക്കെ, ഇനി ഈ പ്രൈമറി വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ് പ്രൈമറി വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ് പ്രൊപ്പഗേഷൻ്റെ സെയിം ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും പാർട്ടിക്കിൾ മൂവ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറഞ്ഞാൽ വേവ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾ മൂവ്മെൻറ്റ് വരുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ് പ്രൊപ്പഗേഷന് പാരലൽ ആയിട്ട് തന്നെയാണ് എന്ത് വരുന്നത്? പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റും വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു പി വേവ്സ് ഉണ്ടല്ലോ സീസ്മോഗ്രാഫ്സിൽ കൂടെ, അതായത് എർത്ത് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സീസ്മോഗ്രാഫ് വഴി ആദ്യം ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത് പി വേവ്സിനെയാണ്. ഓക്കെ, അപ്പോൾ പി വേവ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കണു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഇലക്ട്രിക് ഡിവൈസസ് നോട്ട് ബേസ്ഡ് ഓൺ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്? നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? താഴെ കുറച്ച് ഇലക്ട്രിക് ഡിവൈസസ് തന്നിട്ടുണ്ട്. ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ബേസ് ചെയ്യാത്തത് ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നതിൽ ഇലക്ട്രിക് പ്ലഗ് ആൻഡ് സ്വിച്ച് അത് എന്ത് ഫോളോ ചെയ്യുന്നില്ല? ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ഫോളോ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ആദ്യം എന്തറിയണം? ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്താണെന്ന് അറിയണം അല്ലേ? ജൂൾസ് ലോ ഓഫ് ഹീറ്റിങ്ങിൽ പറയുന്നത് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ കറൻറ്റ്, റെസിസ്റ്റൻസ് ആൻഡ് ടൈം. എന്താ പറയുന്നത്? ഒരു കണ്ടക്ടറിനകത്ത്, ഞാൻ ഒന്നുകൂടെ ആ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം, ആവശ്യമുള്ളവരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ കറൻറ്റ്, റെസിസ്റ്റൻസ് ആൻഡ് ടൈം. അതായത് ഒരു കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് കറണ്ടിൻ്റെ സ്ക്വയർ, റെസിസ്റ്റൻസ്, ടൈം ഇവയ്ക്ക് എന്താണ്? പ്രൊപ്പോർഷണൽ ആയിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിങ്ങിൽ പറയുന്നത്. അപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് സർക്യൂട്ടിലുള്ള ഫ്യൂസ് ജൂൾസ് ലോ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഹീറ്റിംഗ് കാരണം നമുക്ക് എക്സസീവ് ആയിട്ടുള്ള കറണ്ട് ഫ്ലോ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതെന്താവെന്നറിയോ? ഈ ഫ്യൂസ്, ഇലക്ട്രിക് സർക്യൂട്ടിലെ ഫ്യൂസ് ഉരുകിപ്പോവും. ഓക്കെ, എക്സസീവ് ആയിട്ടുള്ള ചൂട് കൂടുമ്പോൾ എക്സസീവ് കറണ്ട് അതിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂസ് എന്താവും? മെൽട്ടായിട്ട് പോകും. അതെന്താണ്? കറണ്ട് കൂടുമ്പോൾ ഹീറ്റിങ്ങും കൂടും, ഹീറ്റ് കൂടുമ്പോൾ കറണ്ട് കൂടും. ആ ഒരു പ്രൊപ്പോർഷണാലിറ്റിയാണ് അവിടെ പറയുന്നത്. ഇലക്ട്രിക് അയൺ എന്ത് തന്നെയാണ്? ഇലക്ട്രിക് എനർജീനെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ? ക്ലോത്ത്സ് ഒക്കെ പ്രസ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ചൂടാണ് അവിടെ വരുന്നത്. ഇലക്ട്രിക് എനർജീനെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇലക്ട്രിക് അയൺ. അപ്പോൾ എന്താണ്? അതും ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി ഇലക്ട്രിക് കെറ്റിലാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് വെള്ളം ചൂടാക്കുകയാണ് ചെയ്യണത് അല്ലേ? ഇലക്ട്രിക് കെറ്റിലിനകത്ത് എന്താ ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് വെള്ളം ചൂടാക്കുകയാണ് ചെയ്യണത്. സോ അതും എന്ത് ഫോളോ ചെയ്യുന്നുണ്ട്? ജൂൾസ് ലോ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി ഇലക്ട്രിക് പ്ലഗ് ആൻഡ് സ്വിച്ച് ആണെങ്കിൽ അവർ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ കണക്ടേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്യുമ്പോൾ, ഇലക്ട്രിക് പ്ലഗ് അല്ലെങ്കിൽ സ്വിച്ച് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റിംഗ് എന്നൊരു പ്രോസസ്സ് നടക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? അവർ കണ്ടക്ടർ അല്ലെങ്കിൽ കണക്ടേഴ്സ് ആണ്. ആ ഒരു എന്താണോ ഫ്യൂസ് ഹീറ്റ് ആവേണ്ടത് അതും എന്തിൽ നിന്നാണോ ഹീറ്റ് ആവുന്നത് ഇവർ തമ്മിൽ ഒരു കണക്ടർ ആയിട്ട് മാത്രമാണ് ആര് വർക്ക് ചെയ്യുന്നത്? ഇലക്ട്രിക് പ്ലഗും സ്വിച്ചും വർക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പറഞ്ഞു തന്ന 4 കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അത് നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Among various electrical safety devices, one based on the heating effect of electric current. അതായത് നമുക്കറിയാം ഒരുപാട് ഇലക്ട്രിക്കൽ സേഫ്റ്റി ഡിവൈസസ് ഉണ്ട് അല്ലേ? അതിൽ ഹീറ്റിംഗ് എഫക്റ്റ്, ഇലക്ട്രിക് കറൻറ്റിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റിനെ ബേസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇലക്ട്രിക് ഡിവൈസ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ഏതാ അറിയോ? ഫ്യൂസാണ്, ഇലക്ട്രിക് ഫ്യൂസാണ്. അതായത് ഇപ്പോൾ ഇവിടെ നോക്ക്, സർക്യൂട്ട് ബ്രേക്കറോ പ്രൊട്ടക്റ്റീവ് റിലേ, സർജ് പ്രൊട്ടക്ടർ, ഇതൊന്നും എന്തല്ല? ഇലക്ട്രിക്കൽ സേഫ്റ്റി ഡിവൈസ് ബേസ്ഡ് ഓൺ ദ ഹീറ്റിംഗ് എഫക്റ്റ് അല്ല. പക്ഷെ ഫ്യൂസ് എന്താണ്? ഇലക്ട്രിക് കറൻറ്റിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സേഫ്റ്റി ഡിവൈസ് ആണ്.
ഓക്കെ, ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയ കാര്യമാണത്. ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ബേസ് ചെയ്തിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? ഫ്യൂസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് സർക്യൂട്ടിൽ കൂടെ എക്സസീവ് ആയിട്ടുള്ള കറണ്ട് ഫ്ലോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫ്യൂസ് എന്താവും? ഫ്യൂസ് നല്ല രീതിക്ക് ചൂടാവും, എന്നിട്ട് അതെന്താവും? മെൽട്ടാവും. മെൽട്ടായി കഴിഞ്ഞാൽ അവിടെ എന്താവും? നമ്മളത് എന്താ അറിയോ ചെയ്യണത്? എക്സസീവ് ആയിട്ടുള്ള കറണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് ഡിവൈസസിന് ഡയറക്റ്റായിട്ട് കയറി കഴിഞ്ഞാൽ അത് ഡാമേജ് ആവാനുള്ള കേസുണ്ട്. പക്ഷെ നമ്മളവിടെ ഫ്യൂസ് യൂസ് ചെയ്യുമ്പോൾ എന്താ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട് നമുക്ക് ആവശ്യത്തിൽ അധികമായിട്ട് ഫ്ലോ വരുവാണെന്നുണ്ടെങ്കിൽ, എക്സസീവ് ഫ്ലോ വരുവാണെന്നുണ്ടെങ്കിൽ ഫ്യൂസ് വയർ ചൂടായിട്ട് അതെന്താവും? അത് മെൽട്ടാവും. മെൽട്ടാവുന്ന ടൈമിൽ ബാക്കിയുള്ള അങ്ങോട്ടേക്കുള്ള ഇലക്ട്രിക് ഡിവൈസസിലേക്കുള്ള കണക്ഷൻ അവിടെ കട്ടാവുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ അവിടെ എന്താ സംഭവിക്കണേ? ഇലക്ട്രിക് ഡിവൈസസിലേക്ക് എക്സസീവ് ആയിട്ടുള്ള കറണ്ട് അവിടെ പോയിട്ട് അതിൻ്റെ ഡാമേജ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഫ്യൂസ് യൂസ് ചെയ്യണത്. മനസ്സിലായില്ലേ എന്താണ് സംഭവം എന്നും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡാഷ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഇൻസുലേറ്റർ. താഴെ തന്നിരിക്കുന്നതിൽ ഇൻസുലേറ്റർ അല്ലാത്തത് ഏതാണ്? എല്ലാവർക്കും അറിയാം, ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡി ഒരു ഇൻസുലേറ്റർ അല്ല. ഡയമണ്ട്, നമുക്ക് ബാക്കിയുള്ളത് നോക്കാം അല്ലേ. ഡയമണ്ട് ഇൻസുലേറ്റർ ആണ്. കാരണം എന്താണെന്നറിയോ? ഡയമണ്ട് ഇലക്ട്രിസിറ്റി ഒന്നും തന്നെ കണ്ടക്ട് ചെയ്യില്ല. കാരണം അതിൻ്റെ റീസൺ, ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്തത്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ടിൽ എന്തില്ല എന്നറിയോ? ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ട് എന്താണ്? ഡയമണ്ടിന് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇറ്റ് ആക്ട്സ് ലൈക്ക് ആൻ ഇൻസുലേറ്റർ. ഓക്കെ, ഇനി റബ്ബർ ആണെന്നുണ്ടെങ്കിൽ ഇൻസുലേറ്റർ ആണ്. ഓക്കെ, റബ്ബർ എന്താണ്? ഇൻസുലേറ്റർ ആണ്. നമ്മൾ എവിടെയൊക്കെയാണ് റബ്ബർ യൂസ് ചെയ്യുന്നത്? ഗ്ലൗസ് ഉണ്ടാക്കാനായിട്ട്, വയേഴ്സ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ ഇലക്ട്രിക് ഷോക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ടൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? റബ്ബർ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഗ്ലാസ് ആണെങ്കിലും എന്താണ്? അതും ഒരു ഇൻസുലേറ്റർ ആണ്. നമ്മൾ എവിടെ യൂസ് ചെയ്യും? ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സിൽ, അതുപോലെ വിൻഡോസിന് ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഈ ഗ്ലാസ് യൂസ് ചെയ്യാറുണ്ട്. ഹ്യൂമൻ ബോഡി ആണെങ്കിൽ എന്താണെന്നറിയോ? ഇൻസുലേറ്റർ അല്ല. ഓക്കെ, ഹ്യൂമൻ ബോഡി ഇൻസുലേറ്റർ അല്ല. നമുക്ക് എന്ത് പറ്റും? നമ്മുടെ ബോഡിക്കകത്ത് എന്തുണ്ട്? ഹ്യൂമൻ ബോഡിയിൽ വാട്ടറും അയേൺസും ഒക്കെ ഉണ്ട് അല്ലേ. അതുകൊണ്ട് എന്താണ്? നമ്മുടെ ബോഡിക്ക് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? ഇലക്ട്രിസിറ്റി ബോഡിയിൽ കൂടെ കടത്തിവിടാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹ്യൂമൻ ബോഡി ഇൻസുലേറ്റർ അല്ലെങ്കിൽ പിന്നെ ഹ്യൂമൻ ബോഡി എന്താണ്? ഹ്യൂമൻ ബോഡി ഈസ് എ കണ്ടക്ടർ. ഓക്കെ, ഹ്യൂമൻ ബോഡി എന്താണ്? കണ്ടക്ടറാണ്. ഓക്കെ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് ആര്? ഹ്യൂമൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറയണത്? ഇൻ 1752 വിച്ച് അമേരിക്കൻ സയൻറ്റിസ്റ്റ് ഷോഡ് ദാറ്റ് ലൈറ്റനിങ് ആൻഡ് ദ സ്പാർക്ക് ഫ്രം യുവർ ക്ലോത്ത്സ് ആർ എസെൻഷ്യലി ദ സെയിം ഫെനോമെനൻ. അതായത് 1752 ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റ് എന്ത് മനസ്സിലാക്കി തന്നു എന്നറിയോ? ലൈറ്റ്നിങ്, ഇടിമിന്നലില്ലേ, അതും അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രങ്ങളിൽ നിന്നുണ്ടാവുന്ന സ്പാർക്ക്, അതും എന്താ അറിയോ? ഒരേ ഫിനോമിനനാണ് ഫോളോ ചെയ്യുന്നത്. ഒരേ ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ടും ഷോക്ക് വരും, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അവരവിടെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ളത് ഒരേ ഫിനോമിനൻ ആണ് എന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത്? കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സയൻറ്റിസ്റ്റ് ആരാണെന്നാണ് ചോദിക്കുന്നത്. അത് ആരായിരുന്നു? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആയിരുന്നു. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് 1752 എന്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്? ലൈറ്റനിങ്ങും നമ്മുടെ ക്ലോത്ത്സിൽ നിന്ന് വരുന്ന സ്പാർക്കും ഏകദേശം ഒരേ ഫിനോമിനൻ ആണെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കൈറ്റ് എക്സ്പെരിമെൻ്റ് ത്രൂ ആണ് അത് സമർത്ഥിച്ചത്. ഓക്കെ, കൈറ്റ് എക്സ്പെരിമെൻ്റ് എന്നാണ് ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ പേര്. ഓക്കെ, അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പട്ടം, കൈറ്റ് എന്ന് വെച്ചാൽ പട്ടം, ഒരു മെറ്റൽ കീ, അതായത് ഇടിമിന്നലിൻ്റെ സമയത്ത് ഈ ഒരു പട്ടത്തിൽ ഒരു മെറ്റൽ കീ അറ്റാച്ച് ചെയ്തിട്ട് പറത്തി വിട്ടു.
ഓക്കെ, ഇനി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നൽ ഈ പട്ടത്തിലേക്ക് വന്ന് പതിച്ചപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കീ, ഒരു മെറ്റൽ കീ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടല്ലോ, ആ മെറ്റൽ കീയിൽ ഇലക്ട്രിക് സ്പാർക്ക് വന്നു. ഓക്കെ, അങ്ങനെ ഇലക്ട്രിക് സ്പാർക്ക് വന്നപ്പോൾ അവിടെ എന്ത് മനസ്സിലായി? ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ, അതായത് മിന്നൽ എന്ന് പറയുന്നത് എന്തിൻ്റെ ഫോമാണ്? ഇലക്ട്രിസിറ്റിയുടെ ഒരു ഫോമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ, അപ്പം അദ്ദേഹം ചെയ്ത എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു പട്ടം എന്ത് ചെയ്തു, മെറ്റൽ, ഞാൻ പറയുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ പേര് ഉറപ്പായിട്ടും അറിയണം, പറയുന്ന കാര്യം ആവശ്യമുള്ളവരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് എക്സ്പെരിമെൻ്റ് എന്ന്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തത്? ഒരു പട്ടം, ഒരു മെറ്റൽ കീ, പട്ടത്തിലേക്ക് ഒരു മെറ്റൽ കീ അറ്റാച്ച് ചെയ്തിട്ട് പറത്തി വിട്ടു. എപ്പോഴാണ് പറത്തി വിട്ടത്? ഇടിമിന്നലുള്ള സമയത്ത്, തണ്ടർ സ്റ്റോം ഉള്ള സമയത്ത് പറത്തി വിട്ടു. അങ്ങനെ ആ പറന്ന് പോകുന്ന പട്ടത്തിൽ ലൈറ്റിങ്, അതായത് മിന്നൽ വരുന്ന സമയത്ത് ആ മിന്നൽ വന്ന് അതിലേക്ക് ടച്ച് ചെയ്തു. ടച്ച് ചെയ്തപ്പം അവിടെ ഒരു കീ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ആ കീയിൽ എന്ത് സംഭവിച്ചു? ഇലക്ട്രിക് സ്പാർക്ക് വന്നു. ഓക്കെ, ഇലക്ട്രിക് സ്പാർക്ക് വരുന്നത് എപ്പോഴാണ്? അവിടെ എവിടെയെങ്കിലും ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസ് ഉണ്ടാവുമ്പോഴാണ് ഇലക്ട്രിക് സ്പാർക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? ലൈറ്റ്നിങ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഒരു ഫോമാണ് എന്നുള്ള കാര്യം അദ്ദേഹം പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇയറും എക്സ്പെരിമെൻ്റ് എന്താണെന്നും ആരാണ് ആ സയൻറ്റിസ്റ്റ് എന്നുള്ള കാര്യവും ഒന്ന് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഇതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ദ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് കറൻറ്റ്? കറൻറ്റിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റിൻ്റെ എക്സാമ്പിൾ അല്ലാത്തത് ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് വർക്കിംഗ് ഓഫ് എ ഫാൻ, അതായത് ബാക്കിയുള്ളത് എന്താണ്? ഇപ്പോൾ ബൾബ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ബൾബിനകത്തുള്ള ഫിലമെൻറ്റ് ചൂടായിട്ടാണ് നമുക്ക് അവിടെ എന്ത് കിട്ടുന്നത്? ലൈറ്റ് വരുന്നത് അല്ലേ? ലൈറ്റ് പുറത്തേക്ക് വരുന്നത് ആ ഒരു ഫിലമെൻറ്റ് ചൂടായിട്ടാണ്. അപ്പം നമുക്കറിയാം, ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല, നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയുള്ള ലൈറ്റ് ബൾബുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് ലൈറ്റ് വരിക അല്ലേ? അപ്പോൾ ആദ്യത്തെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഫിലമെൻറ്റ് ഹീറ്റ് ആവാനുള്ള ആ ഒരു സമയമാണ് എടുക്കുന്നത്. അപ്പോൾ ബൾബ് എന്താണ്? കറൻറ്റിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. അടുത്തത് ഇലക്ട്രിക് അയൺ ആണെങ്കിലും എന്ത് തന്നെയാണ്? ഇലക്ട്രിസിറ്റീനെ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യണത്? ഹീറ്റായിട്ടാണ് കൺവേർട്ട് ചെയ്യണത്. സോ അതും ഹീറ്റിംഗ് എഫക്റ്റിന് എക്സാമ്പിളാണ്. ഇലക്ട്രിക് കെറ്റിലാണെങ്കിലും എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇലക്ട്രിസിറ്റി എന്തായിട്ട് മാറുന്നുണ്ട്? ഇലക്ട്രിസിറ്റി ആ ഒരു ഹീറ്റിംഗ് എഫക്റ്റ് യൂസ് ചെയ്ത് വെള്ളം ചൂടാക്കിയിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? ഇലക്ട്രിക് കെറ്റിലിൻ്റെ വർക്കിംഗ് അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ഫാൻ എന്തല്ല, ഫാൻ വർക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചൂടാവുന്നുണ്ടോ അവിടെ? ഇല്ല അല്ലേ? അവിടെ എന്താ യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഹീറ്റിംഗ് എഫക്റ്റ് അല്ല, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറന്റ് ആണ് ആര് യൂസ് ചെയ്യുന്നത്? ഫാന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വർക്കിംഗ് ഓഫ് ഫാന് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്? മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറന്റിനെ ബേസ് ചെയ്തിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? ഫാന് വർക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഫാനിൽ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജീനെ എന്ത് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണത്? മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണത്. ഹീറ്റ് എനർജി ആയിട്ടല്ല അവിടെ കൺവേർഷൻ സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? പറഞ്ഞു തന്ന കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ കറൻറ്റ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമ്മീറ്റർ ആണ് നമ്മൾ കറൻറ്റ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യണത്. ഓക്കെ, അമ്മീറ്റർ എന്ന് വെച്ചാൽ എന്താ അറിയോ? സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ടാണ്. ഓക്കെ, സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നത്, അതായത് ഇങ്ങനെ സീരീസ് ആയിട്ടായിരിക്കും അതിൻ്റെ കണക്ഷൻ പോയിരിക്കുന്നത്. അതിന് ലോ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അമ്മീറ്റർ എന്ന് വെച്ചാൽ എന്താ അറിയോ? ലോ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അതായത് സർക്യൂട്ട് കറൻറ്റിനെ ഒന്നും എഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ലോ റെസിസ്റ്റൻസ് ആണ് അമ്മീറ്ററിന് ഉണ്ടാവുക. ഇനി അമ്മീറ്ററിൽ നമ്മൾ മെഷർ ചെയ്യുന്ന കറൻറ്റിനെ നമ്മൾ ആംപിയറിലാണ് മെഷർ ചെയ്യുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? കറൻറ്റിൻ്റെ യൂണിറ്റ് ആംപിയർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സർക്യൂട്ടാണ്. നമ്മൾ ഏത് സർക്യൂട്ടിലാണോ മെഷർ ചെയ്യേണ്ടത്, കറണ്ട് മെഷർ ചെയ്യേണ്ടത്, ആ സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് നമ്മൾ അമ്മീറ്റർ കണക്ട് ചെയ്യുക. അമ്മീറ്ററിന് എന്താണ്? ലോ റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ കറൻറ്റിൻ്റെ ഫ്ലോനെ ഒന്നും തന്നെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ലോ റെസിസ്റ്റൻസ് ആണ് അമ്മീറ്ററിനുള്ളത്. അമ്മീറ്റർ യൂസ് ചെയ്ത് നമ്മൾ മെഷർ ചെയ്യുന്ന കറൻറ്റിൻ്റെ യൂണിറ്റ് ആംപിയറിലാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയില്ലേ? എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ വോൾട്ട് മീറ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ക്യാൻ ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ്. വോൾട്ട് മീറ്റർ എന്തിൻ്റെ പ്രസൻസ് ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്? വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അതായത് രണ്ട് പോയിൻറ്റ്സ്, സർക്യൂട്ടിലുള്ള രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. വോൾട്ട് മീറ്റർ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുക? പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ അമ്മീറ്റർ സീരീസ് എന്ന് പറഞ്ഞു. വോൾട്ട് മീറ്റർ നമ്മൾ എവിടെയാണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത് അതിന് പാരലൽ ആയിട്ടാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നത്? വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യണത്. ഓൾസോ അമ്മീറ്ററിന് എന്ത് പറഞ്ഞു? ലോ റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ വോൾട്ട് മീറ്ററിന് എന്താ ഉള്ളത്? ഹൈ റെസിസ്റ്റൻസ് ആണുള്ളത്. അതായത് വോൾട്ട് മീറ്റർ എന്ത് ചെയ്യും? അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നതിന് റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, കറക്റ്റായിട്ട് നമുക്ക് വോൾട്ടേജ് കിട്ടാനായിട്ട് അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യുകയാണ് വോൾട്ട് മീറ്റർ ചെയ്യുന്നത്. അതുവഴി മെഷർ ചെയ്യുന്ന കറണ്ടിന് നമ്മൾ ഏത് മെഷർമെൻറ്റിലാണ് എടുക്കുന്നത്? വോൾട്ടുള്ള, അതായത് വോൾട്ടേജിൻ്റെ യൂണിറ്റ് നമ്മൾ വോൾട്ടിലാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പം അമ്മീറ്റർ എന്താണെന്നും വോൾട്ട് മീറ്റർ എന്താണെന്നും, വോൾട്ട് മീറ്റർ കറണ്ടിനാണ്, അമ്മീറ്റർ പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് നമ്മൾ പറയുന്നത്. അത് തമ്മിലുള്ള ഡിഫറൻസും എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതുമൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following devices is used to convert alternating current into direct current? നമുക്കറിയാം അല്ലേ, എ സി കറണ്ട്, ഡി സി കറണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇതിനകത്തെ ഏത് ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിനെ ഡയറക്റ്റ് കറണ്ട് ആക്കുന്നത്, എ സിനെ ഡി സി ആക്കുന്നത് ഉപയോഗിക്കുന്നത്? റെക്ടിഫയർ ആണ്. റെക്ടിഫയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എ സിനെ ഡി സി ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ ഡയോഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം കറണ്ടിനെ പാസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ അലോ ചെയ്യുന്നതാണ് ആര്? റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? എന്താണ് റെക്ടിഫയർ എന്നും എന്തിനാണ് യൂസ് ചെയ്യണതും എങ്ങനെയാണ് യൂസ് ചെയ്യണത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following devices is based on the phenomenon of electromagnetic induction? താഴെ തന്നിരിക്കുന്നതിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജനറേറ്റർ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് ജനറേറ്റർ ആരാണ് ഇത് ഇൻവെൻറ്റ് ചെയ്തത്? ഡിസ്കവർ ചെയ്തത് മൈക്കിൾ ഫാരഡേ ആണ് അല്ലേ. മൈക്കിൾ ഫാരഡേ ആണ് ഡിസ്കവർ ചെയ്തത്. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്? ജനറേറ്ററിൽ മെക്കാനിക്കൽ എനർജീനെ എന്ത് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണത്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ത്രൂ വർക്ക് ചെയ്യുന്നത് ജനറേറ്ററാണ്. ഡിസ്കവർ ചെയ്തത് മൈക്കിൾ ഫാരഡേ ആണ്. മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണത്. If really suspended, magnet always aligns in the dash direction. ഓക്കെ, അപ്പം മാഗ്നറ്റ് നമ്മൾ നോർമലി സസ്പെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിലേക്കാണ് അലൈൻ ചെയ്യണത് എന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മാഗ്നറ്റ് നോർമലി അലൈൻ ചെയ്യണത് ഏതൊരു സ്ഥലത്തേക്കായിരിക്കും? നോർത്ത് സൗത്ത് അലൈൻമെൻ്റ് ആയിരിക്കും മാഗ്നറ്റ് നോർമലി നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, നോർമലി കാണിക്കുന്നത് ഏതാണ്? നോർത്ത് സൗത്ത് അലൈൻമെൻ്റ് ആയിരിക്കും മാഗ്നറ്റ് കാണിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്തത്, പുള്ളിങ് ഓഫ് ദ എർത്ത് ഗ്രാവിറ്റേഷണലി ഇൻ ദ സെയിം ഡിറക്ഷൻ ബൈ ദ സൺ ആൻഡ് ദ മൂൺ കോസസ്. അതായത് ഇപ്പം എന്താ പറയുന്നത്? സൂര്യനും ചന്ദ്രനും, സണ്ണും മൂണും എർത്തിനെ ഗ്രാവിറ്റേഷണൽ പുള്ളാണ് അവിടെ ചെയ്യണത്. ഒരേ ഡയറക്ഷനിൽ ആ ഒരു ഗ്രാവിറ്റേഷണൽ പുള്ള് വരുവാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കണത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അവിടെ സംഭവിക്കുക സ്പ്രിംഗ് ടൈഡ് ആയിരിക്കും. അപ്പം ഈ സ്പ്രിംഗ് ടൈഡ് എന്താണെന്നും എന്താണ് ഈ ഗ്രാവിറ്റേഷണൽ പുള്ള്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ഗ്രാവിറ്റേഷണൽ പുള്ള് ഉണ്ടാവുന്നത് എപ്പോഴാണെന്നറിയോ? സണ്ണ്, മൂണ്, എർത്ത് ഇവർ മൂന്ന് പേരും ഒരേ അലൈൻമെൻറ്റിൽ വരുമ്പോഴാണ്. ലൈക്ക് ഇതിപ്പം സൺ, മൂൺ, എർത്ത് എന്ന് തന്നെ വരണമെന്നില്ല. എർത്ത് സൺ മൂൺ ഓർ മൂൺ സൺ എർത്ത് ഇവരുടെ പൊസിഷൻ എവിടെയാണെങ്കിലും ഒരു അലൈൻമെൻറ്റിൽ തന്നെ ഇവർ മൂന്ന് പേരും വരുന്ന സമയങ്ങളിലാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു ഗ്രാവിറ്റേഷണൽ പുള്ള് എർത്തിലേക്ക് സംഭവിക്കുന്നത്.
സംഭവിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതലായിട്ടും സംഭവിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഫുൾ മൂൺ ഫേസിലും ന്യൂ മൂൺ ഫേസിലുമാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, ഫുൾ മൂൺ ഫേസിലും ന്യൂ മൂൺ ഫേസിലും എന്തായിരിക്കും, സൺ മൂൺ എർത്ത് എന്തായിരിക്കും, ഒരു അലൈൻമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു ലൈനിലായിരിക്കും വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവർ രണ്ടുപേരും എർത്തിനെ എക്സേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എർത്തിനെ പുള്ള് ചെയ്യണത് ഒരേ ഡയറക്ഷനിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് സ്പ്രിംഗ് ടൈഡ് എന്താണെന്ന് നോക്കാം. അങ്ങനെ ഈ ഒരു ഗ്രാവിറ്റേഷണൽ പുള്ള് വരുന്ന ടൈമിൽ നോർമൽ ടൈഡ്സിനേക്കാൾ ഹൈ ടൈഡ്സും അതുപോലെ തന്നെ നോർമൽ ടൈഡ്സിനേക്കാൾ ലോ ടൈഡ്സും ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പൈൻഡ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ടൈഡ്സ് എന്തായിരിക്കും, എന്നും വരുന്ന ഹൈറ്റിനേക്കാൾ വലിയ ഹൈറ്റിലായിരിക്കും. അതുപോലെ എന്നും ഉണ്ടാവുന്ന ലോവർ ആ ഒരു ടൈഡിനേക്കാൾ ലോ ആയിട്ടുമുള്ള ടൈഡ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ടൈഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പ്രിംഗ് ടൈഡ്സ് എന്ന് പറയുന്നത്. ഇതുണ്ടാവുന്നത് ഫുൾ മൂൺ ഫേസിലും ന്യൂ മൂൺ ഫേസിലും എർത്ത് സൺ മൂൺ ഒരു അലൈൻമെൻറ്റിൽ വരുമ്പോഴാണ്. ക്ലിയർ ആയില്ലേ? കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബിഗ് ബാങ് തിയറി വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ. ബിഗ് ബാങ് തിയറി പ്രപ്പോസ് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജോർജ് ലിമൈറ്റർ ആണ് ബിഗ് ബാങ് തിയറി പ്രൊപ്പൗണ്ട് ചെയ്തത്. 1927 ബിഗ് ബാങ് തിയറി പ്രപ്പോസ് ചെയ്തത്. ബിഗ് ബാങ് തിയറിയിൽ എന്താണ് പറയുന്നത്, ഹൗ യൂണിവേഴ്സ് ഈസ് ക്രിയേറ്റഡ്, പ്രപഞ്ചം എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ബിഗ് ബാങ് തിയറിയിൽ പറയുന്നത്. അപ്പം ഈ ഒരു തിയറിയിൽ നമ്മൾ പിന്നീട് വന്നിട്ട് എന്താണ് യൂണിവേഴ്സിൻ്റെ എക്സ്പാൻഷനും കാര്യങ്ങളും ഇതിൻ്റെ ഒരു ഐഡിയയാണ് ജോർജ് ലിമൈറ്റർ ഈ ഒരു ബിഗ് ബാങ് തിയറി വഴി കൊണ്ടുവന്നത്. ഓക്കെ, എക്സ്പാൻഷനും അതിൻ്റെ ആ ഒരു സ്റ്റാർസ് ഉണ്ടായത് എങ്ങനെയാണ്, കോണ്ടിനെൻറ്റ്സ് ഉണ്ടായത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്തിൽ പറയുന്നത്, ബിഗ് ബാങ് തിയറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വർഷവും അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുമുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ റീജിയൻ വേർ ഓൾ ഓഫ് ദ ലൈറ്റ് ഫ്രം ദ സോഴ്സസ് ഈസ് ബ്ലോക്ക്ഡ് ഈസ് കോൾഡ്. അതായത് ഇപ്പം ലൈറ്റിന് പല പല സോഴ്സുകളുണ്ട് അല്ലേ, സൺലൈറ്റ് ഉണ്ട്, അതല്ലാണ്ട് പല രീതിയിൽ നമുക്ക് ലൈറ്റിൻ്റെ സോഴ്സ് വരുന്നുണ്ട്. ബൾബ്, ട്യൂബ് ലൈറ്റ് എന്നൊന്നും വിചാരിക്കരുത്, അതല്ല പറയുന്നത്. നമ്മുടെ നേച്ചറിലുള്ള നാച്ചുറൽ ലൈറ്റിൻ്റെ സോഴ്സാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നാച്ചുറൽ ലൈറ്റിൻ്റെ സോഴ്സ് കടത്തിവിടാത്ത അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യുന്ന പല പല സ്ഥലങ്ങൾ നമ്മുടെ യൂണിവേഴ്സിൽ തന്നെ ഉണ്ട്. നമ്മുടെ പ്രപഞ്ചത്തിൽ എന്തുണ്ട്, ലൈറ്റ് പ്രകാശത്തിൻ്റെ ആ ഒരു സോഴ്സ് അതിനെ ബ്ലോക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ഡാർക്കായിട്ടിരിക്കുന്ന പല സ്ഥലങ്ങളുമുണ്ട്. ഓക്കെ, ഡാർക്കസ്റ്റ് പാർട്ടായിട്ടിരിക്കുന്ന പല സ്ഥലങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള ഡാർക്കസ്റ്റ് പാർട്ടായിട്ടുള്ള റീജിയൻസിനെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് അംബ്ര. ഓക്കെ, അംബ്ര എന്നാണ് അതിനെ പറയുന്നത്. ഇപ്പം സോളാർ ആണെങ്കിൽ അതുപോലെയാണ്, ലൈറ്റ് ഇല്ലാത്തതാണ്. അതുപോലെ ലൂണാർ എക്ലിപ്സ് ടൈമിൽ എന്താണ്, ലൂണാർ എക്ലിപ്സ് നടക്കുമ്പോൾ അവിടെ ഒരു രീതിയിലുള്ള ലൈറ്റിൻ്റെ പ്രവേശനവും ഉണ്ടാവില്ല. ലൈക്ക് സൺലൈറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവേശനം ഇല്ലാണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഫേസ് ആണ് ലൂണാർ എക്ലിപ്സ്. ആ സമയങ്ങളിലൊക്കെ ആ റീജിയണിന് നമ്മൾ എന്താണ് പറയുക, അംബ്ര എന്നാണ് ഇത്തരത്തിലുള്ള ലൈറ്റിൻ്റെ സോഴ്സ് ബ്ലോക്ക് ചെയ്യുന്ന ഡാർക്കസ്റ്റ് റീജിയൻസിനെ പറയുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ദ ടൈം പീരീഡ് ബിറ്റ്വീൻ ഫുൾ മൂൺ ടു അനദർ ഫുൾ മൂൺ. ഒരു ഫുൾ മൂണും അടുത്ത ഫുൾ മൂണും തമ്മിലുള്ള ആ ഒരു ടൈം പീരീഡ്, ഒരു ഫുൾ മൂൺ കഴിഞ്ഞ് അടുത്ത ഫുൾ മൂൺ വരെ എത്താനെടുക്കുന്ന ആ ഒരു സമയത്തിന് നമ്മൾ എന്താ പറയുക, അല്ലെങ്കിൽ ആ ഒരു സമയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ലോങ്ങർ ദാൻ 29 days. പ്രോപ്പറായിട്ട് പറഞ്ഞാൽ 29.5 days ആണ് രണ്ട് ഫുൾ മൂൺസ് തമ്മിലുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ എന്ത് പറയാറുണ്ട് എന്നറിയോ, ലൂണാർ മന്ത് എന്ന് പറയാറുണ്ട്. ലൂണാർ മന്ത് എന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ പറയുന്ന വേറൊരു പേരാണ് സിനോഡിക് മന്ത്. സിനോഡിക് മന്ത് എന്നും നമ്മൾ ഇവയെ പറയാറുണ്ട്. മലയാളത്തിൽ ഇതിന് പറയുന്ന പേരെന്താണ്, ചാന്ദ്രമാസം എന്നാണ് പറയുന്നത്. ചാന്ദ്രമാസം എന്നാണ് ഈ ഒരു 29.5 days, അതായത് ഒരു ഫുൾ മൂൺ കഴിഞ്ഞ് അടുത്ത ഫുൾ മൂൺ വരെയുള്ള ദിവസങ്ങളെ നമ്മൾ പറയുന്നത്. ക്ലിയർ ആയില്ലേ? ലൂണാർ മന്ത്, സിനോഡിക് മന്ത് അല്ലെങ്കിൽ ചാന്ദ്രമാസം എന്ന് മലയാളത്തിൽ പറയും. ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, Dash is a well-known constellation that can be seen in the evening. This constellation is also known as the Hunter. Okay.
അപ്പോൾ കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം അറിയണം. നക്ഷത്രക്കൂട്ടം അല്ലെങ്കിൽ നക്ഷത്ര സമൂഹം എന്ന് പറയുന്നതാണ് കോൺസ്റ്റലേഷൻ. ഒരു കൂട്ടം നക്ഷത്രങ്ങൾ നമുക്കറിയാം. നമുക്ക് നമ്മുടെ യൂണിവേഴ്സിൽ ഒരുപാട് കോൺസ്റ്റലേഷൻസ് ഉണ്ട് അല്ലേ. നമ്മൾ നക്ഷത്രങ്ങളെ അതിൻ്റെ കൂട്ടങ്ങളായിട്ട് നമ്മൾ അതിന് ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈവനിങ് ടൈമിൽ കാണുന്ന ഒരു കോൺസ്റ്റലേഷൻ ഉണ്ട്. അതിന് പറയുന്ന ഒരു പേര് ദ ഹണ്ടർ എന്നാണ് പറയുന്നത്. അത് ഏത് കോൺസ്റ്റലേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓറിയോൺ എന്ന് പേരുള്ള കോൺസ്റ്റലേഷൻ ആണ്. അപ്പോൾ ഓറിയോൺ എന്നുള്ള കോൺസ്റ്റലേഷന് പറയുന്ന വേറൊരു പേരാണ് ദ ഹണ്ടർ എന്ന്. അത് എപ്പോഴാണ് കാണാൻ പറ്റുന്നത്? ഈവനിങ് ടൈമിൽ നമുക്ക് കാണാൻ പറ്റുന്ന കോൺസ്റ്റലേഷൻ ആണ് ഓറിയോൺ അല്ലെങ്കിൽ ദ ഹണ്ടർ. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ടൈം ഈസ് ടേക്കൺ ബൈ സൺലൈറ്റ് ടു റീച്ച് എർത്ത്? സൂര്യപ്രകാശത്തിന് ഭൂമിയിലേക്ക് എത്താനായിട്ട് എത്ര സമയമെടുക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സൂര്യപ്രകാശം സൺലൈറ്റ് ഭൂമിയിലേക്ക് എത്താൻ 8 മിനിറ്റ് 20 സെക്കൻഡാണ് സമയമെടുക്കുന്നത്. ഓക്കെ, 8 മിനിറ്റ് 20 സെക്കൻഡ് കൊണ്ടാണ് സൺലൈറ്റ് ഭൂമിയിലേക്ക് എത്തുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു ദ എർത്ത്? ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതേതാണ്? സൂര്യനാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം. മൂൺ എന്താണ്? അത് സാറ്റലൈറ്റ് ആണ് അല്ലേ. ഭൂമിയുടെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് മൂൺ എന്ന് പറയുന്നത്. ഉപഗ്രഹമാണ് മൂണ്. സോ അതല്ല, സൂര്യനാണ് ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത്. അടുത്തത്, on which of the following occasions the lunar eclipse occurs? ലൂണാർ എക്ലിപ്സ് സംഭവിക്കുന്നത് ഏത് ഒക്കേഷനിലാണെന്നാണ് ചോദിക്കുന്നത്. ലൂണാർ എക്ലിപ്സ് സംഭവിക്കുന്നത് ചന്ദ്രഗ്രഹണം എന്ന് നമ്മൾ പറയുന്ന ലൂണാർ എക്ലിപ്സ്. ഓക്കെ, ഏത് ഫേസിലാണ്? ന്യൂ മൂൺ ഫേസിലാണോ ഫുൾ മൂൺ ഫേസിലാണോ സംഭവിക്കുന്നത്? ഫുൾ മൂൺ ഫേസിലാണ് ലൂണാർ എക്ലിപ്സ് സംഭവിക്കുന്നത്. ഓക്കെ, ഫുൾ മൂൺ ഫേസിൽ എന്താ സംഭവിക്കുന്നത്? എർത്ത് നടുക്ക് വരും, സൂര്യനും ചന്ദ്രനും അതിൻ്റെ 2 സൈഡിലായിട്ട് വരും. മൂണിലേക്ക് ഷാഡോ ആണ് പോകുന്നത്. അതാണ് എന്ത് പറയുന്നത്? ലൂണാർ എക്ലിപ്സ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ലൂണാർ എക്ലിപ്സ് എന്താണ്? ഫുൾ മൂൺ ഫുൾ മൂൺ ഫേസിലാണ് സംഭവിക്കുന്നത്. എർത്ത് സണ്ണിൻ്റെയും മൂണിൻ്റെയും ഇടയിൽ വരുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത് പറയണത്? ഫുൾ മൂൺ സമയത്ത് നടക്കുന്ന ലൂണാർ എക്ലിപ്സ് എന്ന് പറയണത്. ക്ലിയർ ആയില്ലേ? കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, എക്സ്ട്രാ പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡേയ്സ് ആർ ടേക്കൺ ബൈ ദ മൂൺ ടു കംപ്ലീറ്റ് എ സിംഗിൾ റൊട്ടേഷൻ ഓൺ ഇറ്റ്സ് ആക്സിസ്? മൂണ്, ചന്ദ്രൻ അതിൻ്റെ തന്നെ ആക്സിസിൽ അച്ചുതണ്ടിൽ റൊട്ടേറ്റ് ചെയ്യുമല്ലോ. നമ്മൾ ഭൂമിയൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ മൂണ് റൊട്ടേറ്റ് ചെയ്യാൻ എത്ര ദിവസങ്ങൾ എടുക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എത്ര ദിവസങ്ങൾ എടുത്തിട്ടാണ് ചന്ദ്രൻ മൂണ് അതിൻ്റെ ആക്സിസിലുള്ള റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യണത് എന്നാണ് ചോദിക്കുന്നത്. അത് 27.3 എർത്ത് ഡേയ്സ് ആണ് എടുക്കുക. 27.3 ഭൂമിയിലെ ദിവസങ്ങൾ നമ്മൾ കണക്കാക്കുന്ന അത്രയും ദിവസങ്ങളാണ് എന്തിന്? മൂണിന് ഒരു സിംഗിൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യം വരുന്നത്. ഈ ഒരു 27.3 എർത്ത് ഡേയ്സിന് നമ്മൾ മൂണിൻ്റെ കേസിൽ എന്താ അറിയോ പറയുക? സിഡ്രിയൽ മന്ത് എന്നാണ് പറയുക. സിഡ്രിയൽ, സൈഡ്രിയൽ എന്നൊക്കെ പറയും. സിഡ്രിയൽ മന്ത് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് എർത്തിനെ ഓർബിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിനോട് തന്നെ എന്താ പറയുക, ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന സമയം തന്നെയാണ്. അതുകൊണ്ടാണ് എന്ത് നമുക്ക് കാണാൻ പറ്റുന്നത്? നമുക്ക് എപ്പോഴും മൂണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. കാരണം ഭൂമിയും കറങ്ങുന്നുണ്ട്, അതിനൊപ്പം തന്നെ ആര് കറങ്ങുന്നുണ്ട്? മൂണും ഏകദേശം അതുപോലെ തന്നെ അതേ ലെവൽ ഓഫ് റൊട്ടേഷൻ തന്നെയാണ് മൂണും നടത്തുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും എർത്തും മൂണും ഫേസ് ടു ഫേസ് വരുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ സിഡ്രിയൽ മന്ത് എന്താണ്, എത്ര ദിവസമാണ് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ലൈ ഡിറ്റക്ടർ മെഷീൻ? ലൈ ഡിറ്റക്ടർ മെഷീൻ, നമുക്ക് കുറച്ച് മെഷീൻസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് നുണ പരിശോധന നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. നുണ പരിശോധന നടത്തും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിന് ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. പോളിഗ്രാഫാണ് നുണ പരിശോധനയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ എന്ന് പറയുന്നത്. പോളിഗ്രാഫ് ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പം ഇത് എങ്ങനെയാ അറിയോ നമ്മൾ ചെയ്യുന്നത്? അപ്പം നമ്മൾ വിചാരിക്കും ഇത് നുണ പറയുമ്പോൾ എന്തെങ്കിലും അലാറം വരികയാണെന്ന്. നുണ പറയുമ്പോൾ അലാറം വരുന്നതല്ല. നമുക്ക് നമ്മുടെ ഫിസിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ബോഡിയിൽ പല പല രീതിയിലുള്ള റെസ്പോൺസ് നമ്മുടെ ബോഡി ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോളിഗ്രാഫ് എങ്ങനെയാണ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിയോളജിക്കൽ റെസ്പോൺസ്
ഹോർമോൺസ് ആണ്. ലൈക്ക് നമ്മുടെ ഹാർട്ട് ബീറ്റ്, അതായത് ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, അതുപോലെ റെസ്പിറേഷൻ, പിന്നെ സ്കിൻ കണ്ടക്ടിവിറ്റി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ നുണയാണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറിയും മറിഞ്ഞും ഇരിക്കും എന്നാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യങ്ങൾ, ഈ പറയുന്ന ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, റെസ്പിറേഷൻ, അതുപോലെ സ്കിൻ കണ്ടക്ടിവിറ്റി, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഇതെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പോളിഗ്രാഫ് ടെസ്റ്റ്, പോളിഗ്രാഫ് മെഷീൻ യൂസ് ചെയ്ത് പോളിഗ്രാഫ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? എന്താണ് ലൈ ഡിറ്റക്ടർ മെഷീൻ എന്നും അതെന്താണ് അവിടെ കൺസിഡർ ചെയ്യണത് എന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, which of the following devices is used to measure relatively high temperatures such as dash are encountered in furnaces? ഓക്കെ, അതായത് നമ്മൾ താഴെ തന്നിരിക്കുന്ന ഡിവൈസസിൽ ഹൈ ടെമ്പറേച്ചേഴ്സ്, അതായത് ഫർനേസിലൊക്കെ എൻകൗണ്ടർ ചെയ്തിരിക്കുന്ന ടൈപ്പിലുള്ള ടെമ്പറേച്ചേഴ്സ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഏത് ഡിവൈസാണ് യൂസ് ചെയ്യണത് എന്നാണ് ചോദിക്കുന്നത്. പൈറോമീറ്റർ ആണ്. ഓക്കെ, നമ്മൾ ഫർനേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ എന്താണ്, ആ ഒരു ഫർനേസിനകത്തൊക്കെ വരുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആ കത്തിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിനേക്കാൾ വളരെയധികം കൂടുതലായിരിക്കും ഫർനേസിനകത്തുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം അവിടുത്തെ ടെമ്പറേച്ചറൊക്കെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസും എന്തായിരിക്കണം, അത്രത്തോളം അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, പൈറോമീറ്റർ ആണ് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, ഓട്ടോമൊബൈൽസ് ആർ ഫിറ്റഡ് വിത്ത് എ ഡിവൈസ് ദാറ്റ് ഷോസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഓക്കെ, ഓട്ടോമൊബൈൽസ്, അതായത് നമ്മൾ ഇപ്പം സാധാരണ കാണുന്ന വണ്ടികളിലൊക്കെ എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്ന് അറിയാനായിട്ട് എന്തുണ്ട്, ഒരു മീറ്റർ, നമ്മൾ നോർമലി പറയുന്ന മീറ്ററിലെ കാറായാലും ബൈക്കായാലും ഓട്ടോറിക്ഷ, അങ്ങനെ ഏതൊരു സാധനത്തിലും അവർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, എത്ര ദൂരം ആ ഒരു വണ്ടി പോയി ട്രാവൽ ചെയ്തു എന്നത് കാണിക്കുന്ന ഒരു ഇതുണ്ട്, അല്ലേ? നമ്മൾ അതിനെ നോർമലി നമ്മൾ പറയുന്ന വേർഡ് ഏതാണ്, മീറ്റർ എന്നാണ് പറയുക, അല്ലേ? മീറ്റർ റീഡിങ്, ഇത്രയും മീറ്റർ നമ്മൾ പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഫ്രണ്ടിൽ കാണുന്നൊരു സാധനമുണ്ട്. അതിന് നമ്മൾ പ്രോപ്പറായിട്ട് പറയുന്ന പേരെന്താണെന്നറിയോ? ഓഡോമീറ്റർ എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. വെറും മീറ്റർ അല്ല, ഓഡോമീറ്റർ എന്നാണ് ആ ഡിസ്റ്റൻസ് കാണിക്കുന്ന ആ ഒരു ഡിവൈസിനെ നമ്മൾ പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ അതെന്താണ്, ഓഡോമീറ്റർ ആണ് ആ ഡിവൈസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which of the following instrument is used to measure wind speed? വിൻഡ് സ്പീഡ്, അതായത് കാറ്റിൻ്റെ വേഗത, അത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് യൂസ് ചെയ്യണത് എന്നാണ് ചോദിക്കുന്നത്. കാറ്റിൻ്റെ വേഗത മെഷർ ചെയ്യാനായിട്ട് നമ്മൾ അനീമോമീറ്റർ ആണ് യൂസ് ചെയ്യണത്. ഓക്കെ, അനീമോമീറ്റർ ആണ് കാറ്റിൻ്റെ വേഗത, വിൻഡ് സ്പീഡ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്. അടുത്തത് ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ നമ്മൾ എന്ത് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യണത് എന്നാണ് ചോദിക്കുന്നത്. ഹ്യൂമിഡിറ്റി, ഹൈഗ്രോ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാനാണ്. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എയറിലുള്ള വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട്, എയറിലുള്ള വാട്ടർ വേപ്പർ അല്ലെങ്കിൽ മോയ്സ്ചറിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമിഡിറ്റി എന്ന് പറയണത്. ആ ഒരു ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്സിൽ നമുക്ക് കഴിഞ്ഞ RRB NTPC എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇത്രയും ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പറഞ്ഞു തന്ന എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാ പോയിൻറ്റ്സും ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും 1-2 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ നോട്ട് ചെയ്ത് പോയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.